ജോയ്സ് ടിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോകൾ നിങ്ങൾ എല്ലാവരും കാണുകയും കേൾക്കുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തതിന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ ഈ ചാനലിനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തതിനും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. നിങ്ങളെല്ലാം കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ടെസ്റ്റ് മണി എന്ന് പറയുന്നത് 1 മിനിറ്റ് കൊണ്ടോ 2 മിനിറ്റ് കൊണ്ടോ പറഞ്ഞു തീർക്കുവാൻ കഴിയുന്ന ഒന്നല്ല. നിങ്ങൾ ക്ഷമയോടുകൂടെ കേൾക്കുവാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും. ഇന്ന് നമ്മോടൊപ്പം ജീവിതത്തിലെ അനുഭവങ്ങളെ പങ്കുവയ്ക്കേണ്ടതിന് കടന്നു വന്നിരുന്നത് സിസ്റ്റർ ഒബിമോൾ ബിജുവാണ്. ആ പ്രിയ സിസ്റ്ററിന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ നിങ്ങൾ കേട്ടാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. ഇവിടെ നിന്നാണ് നമ്മോടൊപ്പം ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത്? ഞങ്ങൾ ഹൈദരാബാദിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. ഹൈദരാബാദിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. കൂടെ ആരൊക്കെയുണ്ട്? കുഞ്ഞുങ്ങളും ഞാന് 2 മക്കള്, മക്കളും ഞാനുമായിട്ട് ഇവിടെ ഹൈദരാബാദിലായിരിക്കുന്നു. ഓക്കെ, ദേവദാസി കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദേവദാസിയെ കുറിച്ചും ദേവദാസിയുടെ ചെറുപ്പകാലങ്ങളിലെയുള്ള അനുഭവങ്ങളൊക്കെ അല്പമായി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്താൽ. തീർച്ചയായും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് ഒബിമോൾ ബിജു. ഞാൻ ഹൈദരാബാദിൽ നിന്ന് തന്നെയാണ് ജോയിൻ ആയിരിക്കുന്നത്. എൻ്റെ ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത് ഒരു യാക്കോബായ കുടുംബത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. ചെറുപ്പകാലമൊക്കെ യാക്കോബായ കുടുംബത്തിലാണ് എങ്കിൽ തന്നെയും ആത്മീയമായ നല്ല ഒരു നിലവാരത്തിൽ തന്നെ വളർന്നു വന്നു. സൺഡേ ആരാധന മാത്രമേ ഡിഫറെൻ്റ് ആയിട്ട്, പെന്തക്കോസ്ത് ആരാധനയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രീതി സൺഡേ ആരാധന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം തന്നെ ഒരു പെന്തക്കോസ്ത് ചർച്ചുകളിൽ നടക്കുന്ന പോലെ എല്ലാ തരം മീറ്റിങ്ങുകളും ഞങ്ങൾക്കുണ്ടായിരുന്നു, ഞങ്ങൾ പോയിരുന്ന ചർച്ചിൽ. അതിന് കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ ചർച്ചിന്റെ തന്നെ ഇടവകയിലായിരുന്ന ഒരു അച്ഛൻ, ആ ചർച്ചിന്റെ അടുത്താണ് അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ അച്ഛന്റെ വീട്ടിലെ എല്ലാ ട്യൂസ്ഡേയും ഞങ്ങൾക്ക് മീറ്റിങ്ങുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന ചർച്ചില് ബൈബിൾ വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന, അതുപോലെ തന്നെ കൺവെൻഷനുകൾ, അങ്ങനെ എല്ലാവിധ ആത്മീയമായ വളർച്ചയ്ക്കുള്ള എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾ പോയ ചർച്ചിലുണ്ടായിരുന്നു. അങ്ങനെ ആത്മീയമായ പരിസ്ഥിതിയിൽ തന്നെ ഞങ്ങൾ വളർന്നു വന്നു. അപ്പൊ ഞങ്ങളുടെ ചർച്ചിൽ നിന്ന് ഏകദേശം 10-11 പേരോളം മുമ്പ് ഇതുപോലെ ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോവുകയും സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട്, ആ ഒരു പരിസ്ഥിതി എനിക്കറിയാം നേരത്തെ തന്നെയും. എങ്കിലും അങ്ങനെ വേല ചെയ്യണമെന്ന് അങ്ങനെയൊന്നും ചിന്തയൊന്നും ആ കാലങ്ങളിൽ ഉണ്ടായതില്ല. ഞാൻ അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇപ്രകാരം അവിടെ കൺവെൻഷനുകൾ, ചർച്ചിൽ കൺവെൻഷൻ നടക്കുന്നത് ഈ ഈസ്റ്റർ ആ സമയങ്ങളിൽ കഷ്ടാനുപാഴ്ച എന്ന് പറയുന്ന ആ ആഴ്ചയിലാണ് എല്ലാ വർഷവും അവിടെ കൺവെൻഷൻ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കൺവെൻഷൻ നടക്കുവാനിടയായി. അതിൽ ഒരു ദിവസം യെശയ്യാവിന്റെ പുസ്തകത്തിൽ നിന്നാണ് കടന്നു വന്ന ദൈവദാസൻ പ്രസംഗിച്ചത്. ഞാൻ ആരെ അയക്കേണ്ടു, ആർ എനിക്ക് വേണ്ടി പോകുമെന്നുള്ള വചനത്തെ ആസ്പദമാക്കി അന്ന് അദ്ദേഹം സംസാരിച്ചു. അപ്പോൾ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ വചനം സംസാരിച്ചു. ലാസ്റ്റ് വാട്ടർ കോളിന്റെ സമയമായപ്പോൾ ആരെങ്കിലും ദൈവസന്നിധിയിൽ ദൈവവേലയ്ക്ക് വേണ്ടി പോകുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ സമർപ്പിക്കാം എന്ന് പറയുവാനിടയായി. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ അതിന്റെ ആഴമൊന്നും അറിയത്തില്ലെങ്കിൽ തന്നെയും എൻ്റെ മനസ്സ് വളരെ ഒരു പ്രേരണ കടന്നു വന്നു സമർപ്പിക്കുവാനായിട്ട്. എന്താണെന്നൊന്നും അറിയത്തില്ലെങ്കിൽ തന്നെയും ആ പ്രേരണയുടെ ഇത് മുഖാന്തരം ഞാൻ അങ്ങനെ സമർപ്പിക്കുവാനിടയായി. തുടർന്ന് അന്ന് ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്: കർത്താവെ, ഞാനിപ്പോൾ 8ൽ പഠിക്കുന്ന കുഞ്ഞാണ്. ഞാൻ 10 കഴിഞ്ഞ് 11th വരെയെങ്കിലും പഠിച്ചതിന് ശേഷം ഞാൻ ബൈബിൾ കോളേജിൽ പോകാം, കർത്താവിന്റെ വേല ചെയ്യാം എന്നാണ് പറയുവാനിടയത്. കാരണം ബൈബിൾ കോളേജിൽ പോയിട്ട് വേണം വേലയ്ക്ക് പോകുന്നതിനൊക്കെ എനിക്ക് മുമ്പ് ആ ചർച്ചിൽ നിന്നുള്ളവർ ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോയത് കൊണ്ട് എനിക്കറിയാം. അതുകൊണ്ടാണ് അങ്ങനെ പറയുവാനിടയായത്. എന്നാൽ തുടർന്ന് പഠനം കഴിഞ്ഞു. 10th കഴിഞ്ഞു, 12th കഴിഞ്ഞു. 12th കഴിഞ്ഞപ്പോൾ
നല്ലൊരു റിസൾട്ട് ദൈവം എനിക്ക് തരുവാനിടയായി തീർന്നു. അങ്ങനെ തന്ന സമയത്ത് ഞാൻ ആ 8ൽ വെച്ച് പറഞ്ഞ ദൈവത്തോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നുപോയി. പിന്നീട് തുടർന്നുള്ള പഠനത്തിന് വേണ്ടിയിട്ട് ഞാൻ മുൻപോട്ട് പോകുവാനിടയായി. ഏകദേശം ഞങ്ങളുടെ അടുത്ത് ചുറ്റുവട്ടത്തായിട്ട് ഒരു 4 കോളേജിൽ ഞാൻ ആപ്ലിക്കേഷൻ അയച്ചു. അങ്ങനെ പഠിക്കാനായിട്ട് മുന്നോട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. ഞാൻ ആപ്ലിക്കേഷനിൽ അയച്ച് അതിന്റെ കോളേജിൽ നിന്ന് കാർഡ് വരുന്നതിന് വേണ്ടി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ ദിവസങ്ങൾ മാസങ്ങൾ മുന്നോട്ട് കടന്നുപോയി. ഒരു മറുപടി എനിക്ക് ഒരു കോളേജിൽ നിന്നും കടന്നു വന്നില്ല. ലാസ്റ്റ് ഞാനിങ്ങനെ എൻ്റെ കൂടെ പഠിച്ച് എന്നേക്കാൾ മാർക്ക് കുറഞ്ഞവർക്ക് അഡ്മിഷൻ കിട്ടിയപ്പോൾ ഞാൻ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള കോളേജിൽ, ഞാൻ പഠിച്ച സ്കൂളിന്റെ അടുത്തുള്ള കോളേജിൽ പോയി അന്വേഷിക്കാനിടയായി. അപ്പോൾ അവിടെ കടന്നു ചെന്നപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ അവിടെ ചെന്നിട്ടില്ല എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഞാൻ തിരിച്ചു വന്ന് വളരെ നിരാശയായി. കാരണം അത്രത്തോളം നല്ല റിസൾട്ട് ദൈവം എനിക്ക് തന്നു 12ൽ. എന്നിട്ടും എന്തുകൊണ്ട് അഡ്മിഷൻ കിട്ടിയില്ല എന്നൊരു ചിന്തയിൽ വളരെ നിരാശയായി. അപ്പൊ ഞാൻ ദൈവത്തോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടേ, കർത്താവ് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു? അങ്ങനെ ഞാൻ ദൈവത്തോട് ചോദിക്കുന്ന സമയത്ത് ദൈവം എന്നോട് 8ാം ക്ലാസ്സിൽ വെച്ച് ഞാൻ ദൈവസന്നിധിയിൽ ദൈവത്തോട് പറഞ്ഞ കാര്യങ്ങൾ ഒരു സ്ക്രീനിൽ എന്ന പോലെ എനിക്ക് ദൈവം കാണിച്ചു തരുവാനിടയായി. അത് കാണിച്ചു തന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു ദൈവിക പദ്ധതിയാണെന്ന് മനസ്സിലായി. തുടർന്ന് ഞാൻ കർത്താവിനോട് സമർപ്പിച്ച പ്രകാരം തന്നെ, കാരണം ഒരു വർഷം നഷ്ടമായി പോവുക, പിന്നെ നെക്സ്റ്റ് പഠിക്കാൻ പോകണമെങ്കിൽ നെക്സ്റ്റ് വർഷമാകണം. അപ്പൊ അടുത്ത വർഷം വരെ വെയിറ്റ് ചെയ്യാണ്ട് പരിസ്ഥിതി ദൈവാത്മാവ് എന്നോട് ഇടപെട്ടപ്പോൾ എനിക്ക് അത് നല്ലതല്ല, ദൈവസന്നിധി കൊടുത്ത തീരുമാനമാണ് ഏറ്റവും ഉത്തമമെന്ന് മനസ്സിലാക്കി ഞാൻ വീട്ടുകാരോട് വിഷയങ്ങൾ പറഞ്ഞു. അത്രയും നാളും ഞാൻ സമർപ്പിച്ച കാര്യം ഇതൊന്നും വീട്ടുകാർക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ വീട്ടുകാരോട് വിഷയം പറഞ്ഞപ്പോൾ വീട്ടുകാരെ ചിന്തിച്ചു എന്തോ മാനസികമായ ബുദ്ധിമുട്ട് കൊണ്ട് എന്തൊക്കെയോ പറയുകയാണെന്നൊക്കെ അവർ ചിന്തിച്ചു. എന്നാല് ഞാൻ എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞതിന് ശേഷം അവർ സമ്മതിച്ചു. കാരണം ആത്മീയമായ ഒരു പരിസ്ഥിതി വളർന്നുകൊണ്ട് അവർക്കും ആ കാഴ്ചപ്പാടുണ്ടായിരുന്നു. അപ്പോ തുടർന്ന് ബൈബിൾ കോളേജിൽ പോകണം വേണ്ടി ഞാൻ പറഞ്ഞല്ലോ, ചൊവ്വാഴ്ചകൾ ഞങ്ങൾക്കൊരു അച്ഛന്റെ വീട്ടിൽ പ്രെയർ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ആ അച്ഛന് ഈ ബൈബിൾ കോളേജ് എന്ന് പറഞ്ഞാൽ നവജീവോദയം, തിരുവല്ല നവജീവോദയമാണ്. അപ്പൊ ആ കോളേജുമായിട്ട് അച്ഛനൊരു ബന്ധമാണ്. അച്ഛന് അവിടുത്തെ എല്ലാവരുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട്. അച്ഛൻ മുഖാന്തരമാണ് പല കുഞ്ഞുങ്ങളും മുമ്പിൽ അവിടെ നിന്ന് പഠിക്കാനായിട്ട് കടന്നുപോയത്. അപ്പം ബൈബിൾ കോളേജിൽ പഠിക്കണമെങ്കിൽ തന്നെയും നേരത്തെ ആപ്ലിക്കേഷൻ അയക്കും, അങ്ങനെ എല്ലാം ചെയ്യണം. എന്നാൽ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. ഓൺലി എൻ്റെ 2000 ജനുവരി 12-നാണ് ഇവിടെ ക്ലാസ് സ്റ്റാർട്ട് ആകുന്നത്. അപ്പൊ സമയങ്ങളെല്ലാം ഇങ്ങനെ ഈ കോളേജിൽ അഡ്മിഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയത് കൊണ്ട് സമയങ്ങളൊക്കെ ഒത്തിരി പെട്ടെന്ന് കടന്നുപോയി. അപ്പൊ അവിടെ അതിന്റെ തലേ വർഷം അവിടെ പഠിച്ച കുഞ്ഞുങ്ങൾ കടന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് ജനുവരി 12-ന് കടന്നു പോകും. അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞു, നിനക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആദ്യമൊന്നും അച്ഛൻ സമ്മതിച്ചില്ല. കാരണം ഞാൻ വളർന്നു വന്ന സാഹചര്യമൊക്കെയും അച്ഛൻ അറിയാമായിരുന്നത് കൊണ്ട് ഒരു അല്ലല്ലോ അലച്ചിലോ സാമ്പത്തികമായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും വളരെ കഷ്ടപ്പെട്ടാണ് മാതാപിതാക്കൾ വളർത്തിയെങ്കിൽ തന്നെയും ഞങ്ങളുടെ ജീവിതത്തിൽ അതൊന്നും ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല. അപ്പൊ അച്ഛൻ പറഞ്ഞു, നീ എടുത്തു വെക്കുന്ന സ്റ്റെപ്പ് നിനക്ക് അതിനെക്കുറിച്ച് അറിയില്ല, അത് ഒരു കല്ലും മുള്ളും നിറഞ്ഞ പാതയാണെന്നൊക്കെ പറയാനിടയായി. അപ്പൊ ഞാൻ സമ്മതിച്ചില്ല. കാരണം ദൈവാത്മാവ് എന്നോട് പിന്നെയും വ്യക്തമായി സംസാരിച്ചത് കൊണ്ട് ഞാൻ നിർബന്ധിച്ചത് മുഖാന്തരം അച്ഛൻ തുടർന്നുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചു. എന്നോട് പറഞ്ഞു, സെക്കൻഡ് ഇയർ പഠിക്കാൻ പോകുന്നവരുടെ കൂട്ടത്തിൽ പോയാൽ മതി, അപ്പോ അവിടെ ചെന്ന് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി എന്ന് പറയാനിടയെ. അങ്ങനെ ഞാൻ കടന്നു പോകാൻ തീരുമാനിച്ചു. ഒരു 12th എന്ന് പറയുന്നത് ഒരു മൺഡേ ആണ്. അപ്പൊ സൺഡേ ഞാൻ ചർച്ചയിൽ പോകാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് പോസ്റ്റ്മാൻ കടന്നു വന്നു. കാരണം ഞങ്ങളുടെ സാധാരണ പോസ്റ്റ്മാൻ സൺഡേ വരാറില്ല. അപ്പോൾ പോസ്റ്റ്മാൻ വരുന്നത് എനിക്ക് ഞങ്ങളുടെ വീട് ഒരു റോഡ് സൈഡിലായതുകൊണ്ട് പോസ്റ്റ്മാൻ കയറി വരുന്നത് എനിക്ക് കാണുവാൻ കഴിയും. അപ്പൊ അങ്ങനെ പോസ്റ്റ്മാൻ കടന്നു വന്നപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞു, സൺഡേ ആയിട്ടും പോസ്റ്റ്മാൻ വരുന്നുണ്ട്, എന്താണ് അർജന്റ് വിഷയം എന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പോസ്റ്റ്മാൻ കടന്ന് കയറി വന്നപ്പോ പറഞ്ഞു, ഒബിമോക്കുള്ള കത്താണ്, ലെറ്റർ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു, എനിക്കാരെ ഇപ്പൊ ലെറ്റർ അയക്കാനായിട്ടൊന്നും തന്നെ ഇല്ലല്ലോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. ലെറ്റർ മേടിച്ച് വായിച്ചപ്പോൾ അതിനകത്ത് ഞാൻ അയച്ച കോളേജുകളിൽ നിന്ന് ഒന്നിൽ നിന്നാണ് ആ കാർഡ് വന്നിരിക്കുന്നത്. അവിടെ 3 വർഷത്തെ ഡിഗ്രി കോഴ്സിന് ശേഷം അവിടെ തന്നെ കോളേജുകാർ തന്നെ ജോലിക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും എന്നൊക്കെ പറഞ്ഞാണ് ലെറ്ററിൽ എഴുതിയിരുന്നത്.
അത് വായിച്ചപ്പോൾ ആദ്യം പിന്നെയും എൻ്റെ മനസ്സൊന്ന് ഇളകാനിടയായി. എങ്കിലും ഞാൻ ഒന്നും മിണ്ടിയില്ല. ആ ലെറ്റർ, ആ കാർഡ് അവിടെ വെച്ചിട്ട് ഞാൻ ചർച്ചിൽ കടന്നുപോയി. അന്ന് ചർച്ചിൽ കടന്നുപോയി എന്താണ് അവിടെ സംഭവിച്ചതെന്നൊന്നും ചർച്ചിൽ നടന്ന വിഷയങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. എന്നാൽ ഞാനും ദൈവവുമായിട്ട് വളരെ ഒരു മൽപ്പിടുത്തം നടക്കുവാനായിട്ട് ഇടയായി തീർന്നു. ലാസ്റ്റ് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം പപ്പയെ സഹായിക്കണം എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു അന്ന് ഞാൻ ദൈവത്തോട് സംസാരിക്കും. അപ്പൊ ഒരു വ്യക്തി അടുത്ത് നിന്ന് സംസാരിക്കുന്ന പോലെ തന്നെ ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു. ലാസ്റ്റ് ആ പോരാട്ടത്തിൽ ദൈവാത്മാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, നീ പഠിക്കാൻ പോയാൽ ആ പഠനം പൂർത്തീകരിക്കാൻ നിന്നെ ഞാൻ അനുവദിച്ചില്ലെങ്കിലോ എന്നൊരു വലിയൊരു ചോദ്യം എൻ്റെ ചെവിയിൽ മുഴങ്ങും. ആ ശബ്ദം ഇപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേൾക്കും. കാരണം പല പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ ശബ്ദം എന്നെ ബലപ്പെടുത്താറുണ്ട്. അപ്പൊ ഞാൻ ആ ശബ്ദം കേട്ടപ്പോൾ പിന്നെ ഞാൻ ഒന്നും തിരിച്ച് ചോദിച്ചില്ല ദൈവത്തോട്. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു ഞാൻ പിറ്റേ ദിവസം മൺഡേ പോകാത്തക്കവണ്ണം ക്രമീകരണങ്ങളെല്ലാം പിന്നെയും ചെയ്തു. അപ്പൊ മമ്മി എന്നോട് ചോദിച്ചു, നീ പഠിക്കാൻ പോകുന്നില്ല? ഇത്ര നാളും കാത്തിരുന്നിട്ട് കിട്ടിയതല്ലേ, പഠിക്കാൻ പോകുന്നില്ല? അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ പഠിക്കാൻ പോകുന്നില്ല. അപ്പൊ ലാസ്റ്റ് ആയിട്ട് മമ്മി ഇപ്രകാരം പറഞ്ഞു, മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരിക്കൽ പോലും വീട്ടുകാരെന്നെ പഠിപ്പിക്കാൻ വിട്ടില്ല എന്നൊരു ചോദ്യം, ഒരു കാര്യം പറയുവാൻ ഇടയാകരുതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല, അങ്ങനെ ഒരു വാക്ക് ഞാൻ പറയത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ബൈബിൾ കോളേജിൽ പഠിക്കാൻ കടന്നുപോയി. 2 വർഷം ബൈബിൾ കോളേജിൽ പഠിച്ചു, BTH എടുത്തു. അപ്പോഴും ഈ യാക്കോബായ സഭയിൽ തന്നെ നിന്ന് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതിനുശേഷം ബൈബിൾ കോളേജ് യാക്കോബായ സഭയുടെ തന്നെ ഒരു മിനിസ്ട്രി ഉണ്ട്, സെന്റ് പോൾസ് മിഷൻ എന്ന് പറയുന്നത്. ആ മിനിസ്ട്രിയുടെ കീഴിൽ ഞാൻ പാലക്കാട് അട്ടപ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിന്റെ വേലയ്ക്ക് കടന്നു പോകുവാനിടയായി. അപ്പോൾ ഇതിന്റെ മധ്യത്തില് ഞാൻ ഇത്രത്തോളം ആത്മീയമായ ഒരു പരിസ്ഥിതിയിലേക്ക് കടന്നു വരാൻ കാരണം എന്ന് പറയുന്നത് എൻ്റെ മമ്മിയുടെ ചേച്ചിയും കുടുംബവുമാണ്. അപ്പൊ അവര് യാക്കോബ സമുദായത്തിലായിരുന്നു. അതിനുശേഷം അവര് പെന്തക്കോസ് ബാക്ക്ഗ്രൗണ്ടിലേക്ക്, പെന്തക്കോസിന്റെ അവസ്ഥയിലേക്ക് കടന്നു വന്നു. അപ്പോൾ അവരുടെ വീട്ടില് ഞങ്ങളുടെ വെക്കേഷൻ സമയത്തെല്ലാം അവരുടെ വീട്ടിലാണ് 2 മാസക്കാലം ഞങ്ങൾ ചെലവഴിക്കാറുള്ളത്. അപ്പോ അവരുടെ ആൺമക്കളായതുകൊണ്ട് ഞങ്ങൾ പാലക്കാട്, ഞങ്ങളുടെ ഏരിയയില് ഞാനും എൻ്റെ മമ്മിയും മമ്മിയുടെ ആങ്ങളെയാണുള്ളത്. അപ്പൊ ഞങ്ങളുടെ വീടുകളിൽ പെൺപിള്ളേരാണ്. അപ്പൊ അവര് വെക്കേഷൻ സമയത്ത് ഞങ്ങളുടെ വീടുകളിൽ നിന്നെല്ലാം ഓരോരുത്തർ അവിടെ കൊണ്ടുപോകും. അപ്പോ അവര് പെന്തക്കോസ് അനുഭവത്തിലേക്ക് വന്നപ്പോൾ അവരുടെ വീട്ടിൽ തന്നെയാണ് ചർച്ചും കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പൊ ആ 2 മാസക്കാലം അവിടുത്തെ ആത്മീയമായ അന്തരീക്ഷം എന്ന് പറയുന്നത് എന്നെ വളരെയധികം ആത്മീയമായ ഒരു വളർച്ചയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇടയാത്തിരുന്നു. അപ്പോൾ ഞാൻ ബൈബിൾ കോളേജിൽ പോയതിനു ശേഷം BTH എടുത്തു. ഞാൻ കുറച്ച് അതിന്റെ BTH കഴിഞ്ഞ് ഒരു ചെറിയൊരു ഗ്യാപ്പ്, ഒരു 3-4 മാസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു മിനിസ്ട്രിക്ക് ഇറങ്ങാൻ വേണ്ടി. അപ്പൊ ആ ഗ്യാപ്പിന്റെ സമയത്തും ഞാൻ അവിടെ ആയിരുന്നു, മമ്മിയുടെ ചേച്ചിയുടെ വീട്ടിലായിരുന്നു. മമ്മിയും ചേച്ചിയും കുടുംബം ഹൈറേഞ്ച്, ഇടുക്കി ഹൈറേഞ്ച് രാജക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് അവർ താമസിക്കുന്നത്. അപ്പോ ആ വെക്കേഷൻ സമയത്ത്, ആ ഒരു ഫ്രീ ടൈം എന്ന് പറയുന്ന ആ സമയത്ത്, ഞാൻ അവിടെ ആയിരിക്കുന്ന സമയത്ത് ഞാൻ സ്നാനപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. മമ്മിയുടെ ചേച്ചിയുടെ ഹസ്ബൻഡ്, ഡാഡി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്, ഡാഡി മുഖാന്തരം തന്നെ ഞാൻ സ്നാനപ്പെടുവാൻ ഇടയായിത്തീർന്നു. സ്നാനപ്പെട്ടതിന് ശേഷമാണ് സെന്റ് പോൾസിനോടുള്ള ബന്ധത്തിൽ ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ഒരു 6-7 മാസം അട്ടപ്പാടിയിൽ വേല ചെയ്തതിനു ശേഷം അട്ടപ്പാടിയിൽ നിന്ന് അവര് ഭോപ്പാൽ, മധ്യപ്രദേശിൽ ഭോപ്പാൽ എന്ന സ്ഥലത്തേക്ക് മിനിസ്ട്രിയുള്ള ബന്ധത്തിൽ എന്നെ പറഞ്ഞു. ഭോപ്പാലില് ഒരു സ്കൂളും ഒക്കെ ആയിട്ടാണ്, ഒരു വില്ലേജിലാണ് മിനിസ്ട്രി. അപ്പൊ അവിടെ കഴിഞ്ഞപ്പോൾ അവിടെ സ്കൂളിനോടുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ ഇടദിവസങ്ങളെല്ലാം അവിടെ മീറ്റിങ്ങുകളെല്ലാം ഉണ്ട്. പക്ഷെ സൺഡേ അവിടെ ഭോപ്പാൽ സിറ്റിയില് യാക്കോബ സഭയില് നമുക്ക് പ്രാർത്ഥനയ്ക്ക്, കുർബാനയ്ക്ക് പോകണം. അപ്പൊ അത് എന്റെ മുമ്പിൽ വലിയൊരു വെല്ലുവിളിയായി നിൽക്കുകയാണ്. കാരണം ഞങ്ങളുടെ വീട്ടിൽ യാക്കോബ സഭയിൽ നിൽക്കുമ്പോൾ തന്നെ ഈ കുർബാന കഴിഞ്ഞിട്ട് കൈമുത്ത് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അച്ഛന്മാരുടെ അടുത്ത് പോയി ഇങ്ങനെ ലൈനായി പോയി ഒരു ഇതുണ്ട്. അപ്പൊ അത് യാക്കോബ സഭയിൽ ഞങ്ങളുടെ വീട്ടിൽ ഞാൻ നിൽക്കുമ്പോൾ തന്നെ അതിന് ഞാൻ പോകത്തില്ലായിരുന്നു. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സുവിശേഷ വേലക്കാരെന്നുള്ള ലേബലിലാണ് നമ്മളെ അവർ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് പോകാതിരിക്കാൻ പറ്റാത്തൊരു പരിസ്ഥിതിയായി. അങ്ങനെ പരിസ്ഥിതിയായി ഞാൻ അതിൽ നിന്ന് പോകാതെ പിന്മാറി നിന്നപ്പോൾ അവിടെ ഉള്ളവരത് ശ്രദ്ധിക്കാനിടയായി. അതൊക്കെ എന്നെ ജീവിതത്തിൽ വളരെ പ്രയാസങ്ങൾ ഉണ്ടാക്കി. തുടർന്ന് ഒരു 6-7 മാസക്കാലം, 8 മാസത്തോളം ഞാൻ അവിടെ ആയിരുന്നു. അതിനുശേഷം വീട്ടുകാർ വിവാഹത്തോടുള്ള ബന്ധത്തില് വിളിക്കുവാനിടയായി. ഇതിന്റെ മധ്യത്തിൽ ഞാൻ സുവിശേഷ അവര് അവിടെ നിന്നപ്പോൾ അങ്ങനെ കൈമുത്തില്
മുത്താദ് ചെന്നപ്പം പ്രയാസം ഉണ്ടായെന്ന് പറഞ്ഞ എന്തോ പറയാൻ പറ്റും? അത് എന്റെ നമ്മള് യാക്കോബ സഭയെ തന്നെ ആയിരിക്കുമ്പോൾ ഇതിന് പോകാതിരിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. അപ്പൊ അവര് തമ്മില് മിഷണറിമാർ എന്തുകൊണ്ട് ഇങ്ങനെ ആയിരുന്നു എന്നൊരു ചോദ്യം അവര് തമ്മില് ചോദിക്കുന്നത് ഞാൻ കേൾക്കുവാനിടയായി. അപ്പൊ എനിക്കറിയായിരുന്നു തുടർന്ന് നമുക്ക് അവിടെ നിൽക്കുവാനായിട്ട് കഴിയത്തില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കരുത്, അവരുടെ മിനിസ്ട്രിക്കും പ്രോബ്ലം വരരുത്, നമ്മുടെ ആത്മീയ ജീവിതത്തിനും പ്രോബ്ലം വരരുത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഭാരത്തിലായിരിക്കുന്ന സമയത്താണ് വീട്ടുകാര് വിവാഹത്തോടുള്ള ബന്ധത്തിൽ എന്നെ തിരിച്ച് വീട്ടിലേക്ക് വിളിക്കുവാനായിട്ട് ഇടയെത്തുന്നു. അങ്ങനെ ആർക്കും ഒരു വിഷമമില്ലാതെ ദൈവം ആ കാര്യം കൈകാര്യം ചെയ്തു. അങ്ങനെ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് കടന്നു വന്നു. തുടർന്ന് അപ്പൊ ഞാൻ ഫീൽഡിലായിരിക്കുന്ന സമയത്ത് പപ്പയും മമ്മിയും ദൈവകൃപയാൽ സ്നാനപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. തുടർന്നാണ് ഞാൻ ഭവനത്തിലേക്ക് കടന്നു വരുന്നത്. ഭവനത്തിലേക്ക് കടന്നു വന്നു. അങ്ങനെ ആലോചനകളെല്ലാം വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ആലോചനകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് അച്ഛനുമായുള്ള വിവാഹാലോചന കടന്നു വരുന്നത്. അച്ഛനുമായുള്ള വിവാഹാലോചന കടന്നു വന്ന് ആദ്യമൊന്നും എനിക്ക് തൃപ്തിയില്ലായിരുന്നു. കാരണം അച്ഛൻ ബിലീവേഴ്സ് ചർച്ചിൽ KP യോഹന്നാന്റെ അതിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ ഹൈദരാബാദിൽ തന്നെ അവർ ക്യാമ്പസ് ഉണ്ട്, അതില് ഓഫീസിൽ വർക്ക് ചെയ്യും. അതോടൊപ്പം മാസത്തിൽ 15 to 20 days അച്ഛൻ ഫീൽഡിലായിരിക്കും. അവർക്ക് മൊബൈൽ ടീം എന്ന് പറയുന്ന ഒരു ടീമുണ്ട്. അപ്പൊ ആ ടീമിനോടുള്ള ബന്ധത്തിൽ അച്ഛൻ ആന്ധ്ര, തെലങ്കാന, അപ്പൊ ആന്ധ്ര തെലങ്കാന രണ്ടും കൂടെ ഒന്നായിരുന്നു. ആന്ധ്ര എന്നുള്ള സ്റ്റേറ്റ് ആയിരുന്നു. അപ്പൊ ആന്ധ്ര തെലങ്കാനയിൽ അച്ഛൻ കടന്നു ചെല്ലാത്ത വില്ലേജുകൾ കുറവാണ്. അങ്ങനെ അതിന്റെ മുഴുവൻ റോഡ് പോലും ഇല്ലാത്ത വില്ലേജുകളിലേക്ക് താൻ വണ്ടി ഓടിച്ച് കടന്നു ചെന്ന വഴി ഉണ്ടാക്കി. അവിടെയൊക്കെ ഇപ്പോൾ ചർച്ചുകളെല്ലാം ഉണ്ടാകാനായിട്ട് ഇടയായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വളരെ വേലയോട് സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയായി അനേകം വില്ലേജുകളിൽ അച്ഛൻ വർക്ക് ചെയ്യുന്നു. അപ്പൊ അച്ഛൻ വർക്ക് ചെയ്യും, എനിക്ക് അവിടെ ഒരു റോളും ഇല്ല. അതുകൊണ്ട് ആദ്യമൊന്നും എനിക്കത് താല്പര്യമില്ലായിരുന്നു ഈ വിവാഹത്തോടിൽ. അതായത് എന്റെ മമ്മിയുടെ അനീത്തി അപ്പൊ പറഞ്ഞു, നീ മിനിസ്ട്രി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അദ്ദേഹം മിനിസ്ട്രിക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിന്റെ വസ്ത്രം അലക്കി കൊടുക്കുകയൊക്കെയും ചെയ്യുന്ന ഒരു മിനിസ്ട്രിയുടെ ഒരു ഭാഗമാ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വിവാഹത്തിന് സമ്മതിക്കാൻ ഇടയായത്. തുടർന്ന് വിവാഹം നടന്നു. വിവാഹം നടന്നതിന്റെ 9ാം ദിവസം ഈ ഹൈദരാബാദിൽ ഞങ്ങൾ കടന്നു വന്നു. ഹൈദരാബാദിൽ കടന്നു വന്നു. പിന്നീട് മുൻപോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് അവിടെ നിൽക്കുവാൻ കഴിയാത്ത ഉപദേശങ്ങളൊക്കെ കടന്നു വന്നപ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് 2011 അതിൽ നിന്ന് റിസൈൻ ചെയ്യുവാനായിട്ട് ഇടയായി. അതിനുശേഷം ഒരു പാസ്റ്ററോട് കൂടെ ചേർന്ന് 2.5 വർഷക്കാലം പ്രവർത്തിച്ചു. അവിടെ നിന്നാണ് ഞങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന ഈ മിനിസ്ട്രിയിലേക്ക് 2013 ഈ മിനിസ്ട്രിയിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നത്. കർത്താവിന്റെ ദാസന്റെ വില്ലേജ് മിനിസ്ട്രിയിലുള്ള ശുശ്രൂഷയെ കുറിച്ച് സിസ്റ്ററിന് എന്തെങ്കിലും അറിവ്, ദേവദാസൻ ഷെയർ ചെയ്തിട്ടുള്ള അറിവുകളുണ്ടോ? വില്ലേജ് മിനിസ്ട്രി എന്ന് പറയുന്ന അവർക്ക് എന്തുവാ ഈ ഫിലിം ഒക്കെ കാണിച്ചുകൊണ്ടുള്ള മിനിസ്ട്രി ആയിരുന്നു. അപ്പോ അവിടെ അവരെ സംബന്ധിച്ച് അവര് 1 വീക്ക് ഒരു പാസ്റ്ററോട് കൂടെ, വില്ലേജിലുള്ള ഒരു പാസ്റ്ററോട് കൂടെ ചേർന്ന് വർക്ക് ചെയ്യും. ആ വർക്ക് ചെയ്യുന്ന ലഭിക്കുന്ന ആത്മാക്കളെ അവിടെ ശുശ്രൂഷിക്കുന്ന ദൈവദാസനെ ഏൽപ്പിച്ച് അവർ നെക്സ്റ്റ് വില്ലേജിലേക്ക് കടന്നു പോകും. അങ്ങനെയായിരുന്നു വില്ലേജ് മിനിസ്ട്രി. വളരെ സന്തോഷമായിരുന്നു. കാരണം ഒന്നുമില്ലായ്മയിലും അവിടെ വില്ലേജിലെ പാസ്റ്റർമാരെന്ന് പറയുന്നത് ഫുഡിന് പോലും ഇല്ലാത്ത പാസ്റ്റർമാരാ. അവരോട് കൂടിയൊക്കെ ഉള്ള ആ ജീവിതവും മിനിസ്ട്രിയും ഒക്കെ വളരെ സന്തോഷമാണ്. കാരണം ആദ്യ സമയങ്ങളിലൊക്കെ അച്ഛനെ സംബന്ധിച്ച് അവരെല്ലാവരും ബാച്ചിലേഴ്സ് ആയിരുന്നു. അപ്പൊ എന്തിനുമുള്ള ആ ധൈര്യവും ആരോഗ്യവും ഒക്കെ ഉള്ള സമയമായതുകൊണ്ട് വളരെ സന്തോഷകരമായിട്ടാണ് മിനിസ്ട്രി മുന്നോട്ട് പോയത്. പക്ഷെ ഞങ്ങൾ 2013 സഭാ ചാർജിലേക്ക് കടന്നു വരുമ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ്. അത്രയും നാളും എന്ന് പറയുന്ന കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. സഭാ ചാർജ് എന്ന് പറയുമ്പോൾ അതൊരു കുടുംബമായിട്ട് ചെയ്യുന്നൊരു വേല, തികച്ചും വ്യത്യസ്തമായിട്ടൊരു വേലയായിരുന്നു. അപ്പൊ ആദ്യമായിട്ട് കടന്നു വന്നപ്പോഴൊക്കെ ഞങ്ങൾക്ക് വളരെ എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ അറിയാത്ത സാഹചര്യങ്ങളായിരുന്നു. എന്നാൽ പല ദൈവിക പ്രവൃത്തികളും ഞങ്ങളുടെ കണ്ണിന് മുമ്പിൽ കാണുവാനും, അങ്ങനെ അത്രയും നാളും ഒരു സംഘടനയോടുകൂടെ ചേർന്ന് നിന്ന് മിനിസ്ട്രി ആയതുകൊണ്ട് നമുക്ക് മാസം നമുക്ക് ഒരു വരുമാനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആശ്രയിച്ച ദൈവവേല ചെയ്യുന്നുവെങ്കിൽ തന്നെയും അതിലുള്ള ആശ്രയം കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയത്. പക്ഷെ
ഈ മിനിസ്ട്രി എന്റെ സഭാചാരത്തിലേക്ക് കടന്നു വന്നതിന് ശേഷമാണ് വിശ്വാസം എന്തെന്ന് ഞങ്ങളുടെ അനുഭവത്തിൽ പഠിക്കുവാനായിട്ട് ഇടയായിത്തുന്നത്. നമ്മൾ എല്ലാവരും പ്രസംഗിക്കും അബ്രഹാമിന്റെ വിശ്വാസം എന്ന് പറഞ്ഞു, എന്നാൽ അത് വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുമ്പോഴാണ് വിശ്വാസത്തിന്റെ തീഷ്ണത എത്രമാത്രമാണെന്നോ അതിന്റെ വലിപ്പം എന്താണെന്ന് രുചിച്ചറിയുന്നത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിക്കുമ്പോഴാണ്. ഓക്കെ, അത് അബ്രഹാമിന്റെ ജീവിതത്തിലെ ആ വിശ്വാസത്തിന്റെ അനുഭവം പോലുള്ള വിശ്വാസത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്താട്ട് നമ്മുടെ തീർച്ചയായും വേണ്ടി. ഒത്തിരി അനുഭവങ്ങളുണ്ട്. പക്ഷെ ഒന്ന് രണ്ടെണ്ണം മാത്രം ഞാൻ ഈ പരിസ്ഥിതി പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരു ദിവസം ഞങ്ങൾക്ക് മക്കളുടെ ഫീസ് കെട്ടണമായിരുന്നു. അപ്പൊ ഫീസ് കെട്ടണ സാഹചര്യത്തില് ഈ ഞങ്ങളിവിടെ സിറ്റിയിൽ താമസിക്കുന്നതുകൊണ്ട് പല അച്ഛൻ 99 മുതൽ ഹൈദരാബാദിൽ അച്ഛനുണ്ട്. അപ്പോ ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദേവദാസന്മാർ എല്ലാവരും തമ്മിൽ ഒരുവിധം നല്ല കോണ്ടാക്ട് ഉണ്ട്, എല്ലാവരെയും പരസ്പരം അറിയാം. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഈ മിനിസ്ട്രിക്ക് വേണ്ടി ഇവിടെ വന്നപ്പോൾ ഒരു ദിവസം ഞങ്ങളെ പരിചയമുള്ള ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചു, മക്കള് എത്രയൊക്കെയാ പഠിക്കുന്നത്, അവരുടെ ഫീസൊക്കെ എത്രയാണ്, ഫീസ് കെട്ടിയോ, എത്ര കെട്ടി, ഇനി എത്ര ബാലൻസ് ഉണ്ട്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചോദിക്കാനിടയായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പൊ ഇങ്ങനെ എല്ലാം വ്യക്തമായി ചോദിക്കുമ്പോൾ നമ്മള് പ്രതീക്ഷിക്കും അവർക്ക് എന്തോ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മൈൻഡ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നതെന്ന് ചിന്തിക്കും. എന്നാൽ അപ്പോ അങ്ങനെ ചോദിച്ചപ്പോൾ കുഞ്ഞുങ്ങളുടെ ഫീസ് ഇത്ര കെട്ടാനുണ്ട്, ഇങ്ങനെയെല്ലാം ഡേറ്റ് എടുത്ത് അപ്പൊ ആ ദിവസങ്ങളെല്ലാം സ്കൂളിൽ നിന്ന് എഴുതി കൊടുത്തു വിടുകയാണ്. ഫീസ് കെട്ടണോ എന്ന് പറഞ്ഞ് അവരുടെ ബുക്കിൽ എഴുതി കൊടുത്തു വിടുക ഡയറിയിൽ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു കോള് വരികയും സംസാരിക്കുകയും ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ വ്യക്തിയിൽ പ്രതീക്ഷ വെച്ചു. അങ്ങനെ പ്രതീക്ഷ വെച്ച് ദിവസങ്ങൾ മുന്നോട്ട് കടന്നു പോകുന്നതല്ലാതെ ഒരു മറുപടി എവിടെ നിന്നും ഇല്ല. ലാസ്റ്റ് ഞങ്ങളിങ്ങനെ വളരെ എൻ്റെ കമ്പൽസറി ഇന്ന ഡേറ്റിനുള്ളിൽ ഫീസ് കെട്ടണമെന്നുള്ളൊരു പരിസ്ഥിതിയായി. അപ്പോൾ ഞങ്ങൾ ദൈവസന്നിധി മുട്ടുമടക്കി ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഇതാണ് പരിസ്ഥിതി. അപ്പോ നെക്സ്റ്റ് മൺഡേ ഈ സംഭവം നടക്കുന്നതിന്റെ ആ മൺഡേ, സാറ്റർഡേ സൺഡേ 2 ദിവസങ്ങളായിട്ടാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ആ മൺഡേ ഈ ഫീസ് കെട്ടണം. അപ്പോൾ സാറ്റർഡേ ഞങ്ങൾ ഇങ്ങനെ വെളിയിൽ പോയി രാവിലെ ഞങ്ങൾ വെളിയിൽ പോയി വരുന്നപ്പോ ഒരു രാത്രി ഒരു 6 മണിയൊക്കെ ആയി കാണും. അപ്പൊ 2-3 പ്രാവശ്യം ഒരു കോള് വന്നു ഞങ്ങൾക്ക്. 2-3 പ്രാവശ്യം ആ വ്യക്തി ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് തിരിച്ചു പോവുകയാ. 2-3 പ്രാവശ്യം വന്നിട്ടും 3-ാമത്തെ പ്രാവശ്യം 2 പ്രാവശ്യം വന്നിട്ട് തിരിച്ചുപോയി. അപ്പൊ എവിടെയാന്ന് വെച്ച് ഞങ്ങള് ഇന്ന സ്ഥലത്താണ്, ലേറ്റ് ആകും വരുമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു 2 പ്രാവശ്യം വന്നു പോയില്ലേ, അപ്പൊ നമുക്കറിയത്തില്ല ആവശ്യം എന്താണ്, 2 പ്രാവശ്യം വന്നു പോയില്ലേ, അപ്പൊ ഞങ്ങൾ വന്നതിന് ശേഷം വിളിക്കാന്ന് പറഞ്ഞു. ഞങ്ങൾ വൈകുന്നേരം തിരിച്ചു വന്നപ്പോൾ വിളിച്ചു. വ്യക്തി വന്നിട്ട് അച്ഛൻ്റെ കൈ ഇച്ചിരി പൈസ കൊടുത്തിട്ട് പറഞ്ഞു, ഇതെന്റെ സാലറിയുടെ ആദ്യ ദശാംശമാണ് എന്ന് പറഞ്ഞിട്ട് കാണിക്കയായിട്ട് കൊടുത്തു. അപ്പോ അത് പ്രാർത്ഥിച്ച് ഞങ്ങൾ സാധാരണ പൈസ എല്ലാം വരുമ്പോ ഞങ്ങൾ ഇടുന്ന ഒരു ടേബിളിൽ ഒരു ഡ്രോയിലാണ് ഇടുന്നത്. നമ്മൾ അപ്പൊ തന്നെ അത് എത്രയാ എങ്ങനെയാന്ന്, കാരണം അച്ഛൻ പൈസ കൊണ്ട് ഈ GFL ആയിരുന്ന സമയത്ത് പൈസപരമായ കാര്യങ്ങളെല്ലാം അച്ഛൻ കൂടുതൽ ചെയ്തത് കൊണ്ട് അച്ഛന് പൈസയോട് ഒരു ആർത്തിയോ അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് എങ്കിലും പൈസയുടെ ആവശ്യത്തിന് പൈസ തന്നെ വേണം. അപ്പോ ആ പൈസ കിട്ടി അച്ഛൻ ആ ഡ്രോയ്ക്കകത്ത് ഇട്ടു. പിറ്റേ ദിവസം സൺഡേ ഞങ്ങൾ ചർച്ചിൽ പോയി തിരിച്ചു വന്നു. അന്ന് വൈകുന്നേരം ഒരു ഫാമിലി വന്നിട്ട് അവരും ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വരാറുള്ളവരാണ്. അപ്പൊ അന്നും വന്നു. അവര് വൈകിട്ട് രാത്രി ഒരു 8:30 ഒക്കെ ആയപ്പോഴത്തേക്കും പ്രാർത്ഥിച്ചു പോയി. അവരും ഇങ്ങനെ ഒരു ചെറിയൊരു കാണിക്കയായിട്ട് തന്നു. അച്ഛൻ അത് ഡ്രോയിലിട്ടു. പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോഴാണ് ഓർക്കുന്നത് കുഞ്ഞുങ്ങളുടെ ഫീസ് കെട്ടേണ്ട സമയമാണല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞു, 2 ദിവസങ്ങളായിട്ട് ചെറിയൊരു കാണിക്ക കിട്ടിയിട്ടുണ്ട്, എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് അത് കൊടുത്തിട്ട് ടീച്ചർമാരോട് പറയാം, ഇനിയുടെ കുറച്ചുകൂടെ സമയം തരണമെന്ന് പറയാം എന്നുള്ള ആ ഒരു ചിന്തയിൽ അച്ഛൻ അതിന്റെ ഡ്രോ ഓപ്പൺ ചെയ്തു, പൈസ എടുത്തപ്പോൾ കറക്റ്റ് ഫീസിന് എത്ര എമൗണ്ട് ആവശ്യമുണ്ടോ അത്രേ എമൗണ്ട് പൈസ ആയി 2 പേരിൽ നിന്ന് ദൈവം ഒരുക്കി. അപ്പോൾ അങ്ങനെ വിശ്വാസം എന്ന് പറയുന്നത് ശരിക്കും അങ്ങനെയൊക്കെ അനുഭവിക്കുമ്പോൾ നമുക്ക് ആ ദൈവത്തോടുള്ള സ്നേഹം വളരെയധികം വർദ്ധിക്കുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെയാണ് ഞങ്ങൾ പതുക്കെ വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ എടുത്തു വെക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു ദിവസം
വാടക കെട്ടണം. അപ്പൊ എല്ലാ 5th എല്ലാ മാസത്തിന്റെ 5-ാം തീയതിയാണ് ഞങ്ങൾക്ക് വാടക കൊടുക്കേണ്ട ദിവസം. അപ്പൊ ഞങ്ങൾ വന്ന അന്ന് മുതൽ അത് മുടക്കാതെ കൊടുക്കുമായിരുന്നു. ഞങ്ങൾക്ക് വാടക സപ്പോർട്ട് ചെയ്യും. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളൊരു ഓർഗനൈസേഷന്റെ ഒരു കീഴിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവര് വാടക ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യും. പക്ഷെ അവർ സപ്പോർട്ട് ചെയ്തേർന്ന വാടക ഞങ്ങൾ വേറൊരു ആവശ്യത്തിനെടുത്ത് ഞങ്ങൾ ഉപയോഗിച്ചത് മുഖാന്തരം ആ മാസം വാടക കൊടുക്കാനായിട്ട് ആ സമയത്ത് നെക്സ്റ്റ് 4-ാം തീയതി രാത്രിയാണ് 5-ാം തീയതി രാവിലെ വാടക കൊടുക്കണം. അപ്പോൾ ഞാൻ അച്ഛൻ അന്ന് 4-ാം തീയതി രാത്രി ഒരു മീറ്റിംഗ് കഴിഞ്ഞ് വളരെ ടയേർഡായിട്ട് വന്ന് കിടക്കുക. 10 മണി സാധാരണ ലേറ്റായി കിടക്കുന്നതാ. പക്ഷെ അന്ന് അച്ഛൻ മീറ്റിംഗ് കഴിഞ്ഞ് വന്ന് ഫുഡ് കഴിച്ച് പ്രാർത്ഥിച്ച് കിടന്നു. അപ്പോൾ എനിക്ക് സമാധാനമില്ലായിരുന്നു. പിറ്റേ ദിവസം രാവിലെ അത്രയും നാളും വാക്ക് പാലിച്ച വാക്കാണ്, ഒരിക്കലും മുടങ്ങിയിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് നമ്മൾ പറഞ്ഞ വാക്ക് പാലിക്കണം എന്നുള്ളത് കൊണ്ട് എനിക്ക് വളരെ ടെൻഷനാണ്. അപ്പൊ 11 മണി രാത്രി ഞാൻ അച്ഛനെ തട്ടി എഴുന്നേപ്പിച്ചു. അച്ഛാ, ഇന്ന് 4-ാം തീയതി ആണ്, നാളെ വെളുപ്പിന് 5-ാം തീയതി നമുക്ക് വാടക കൊടുക്കണമെന്ന് പറഞ്ഞു. അച്ഛൻ ഉറക്കത്തിൽ എഴുന്നേറ്റിട്ട് 5-ാം തീയതി രാവിലെ കൊടുത്തിരിക്കും, നീ കിടന്ന് ഉറങ്ങാൻ പറഞ്ഞു. അപ്പൊ അച്ഛൻ അത് എന്തുകൊണ്ടാ പറഞ്ഞതെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ നാളെ 5-ാം തീയതി വാടക കൊടുത്തിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോ ഞാൻ ആദ്യം ചിന്തിച്ചു, അച്ഛന് വേറെ എവിടെന്നെങ്കിലും പൈസ കിട്ടിയിട്ടുണ്ടാകുമായിരിക്കും ഇത്ര ധൈര്യത്തോടെ പറഞ്ഞപ്പോ. നീ മിണ്ടാതെ കിടന്നുറങ്ങി, രാവിലെ പൈസ കൊടുക്കുമെന്ന് പറഞ്ഞു. അച്ഛൻ അത് ഉറക്കത്തിൽ പറഞ്ഞതാ ശരിക്ക്. അന്ന് കിടന്നുറങ്ങി. പക്ഷെ എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അച്ഛൻ്റെ പൈസ ഉണ്ടോ, എന്താ വാക്ക് നമ്മൾ പറഞ്ഞത് തെറ്റിപ്പോന്നൊക്കെയുള്ള ഒരു ഭയമായിരുന്നു. കിടന്നുറങ്ങി. നേരം വെളുത്ത് എഴുന്നേറ്റ് അതിനു മുമ്പ് ഞാൻ കിടന്നുവെങ്കിലും ഉറങ്ങിയില്ല. കറക്റ്റ് 12 മണിയായപ്പോ അച്ഛൻ്റെ ഫോണിൽ ഒരു കോള് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, കുറച്ച് പൈസ എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. കറക്റ്റ് 12 മണി. അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് 3 മാസം കൊടുക്കേണ്ട പൈസ അതിനകത്തുണ്ട്. അപ്പോ ആ കോള് വന്നപ്പോഴാണ് ശരിക്കും അച്ഛൻ ഉണരുന്നത്. അപ്പോ 5-ാം തീയതി എന്നുള്ള ദിവസം കൊടുക്കുമെന്ന് പറയുന്ന പോലെ തന്നെ അത് കൊടുക്കുവാനായിട്ട് ദൈവം. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ഞങ്ങളുടെ വിശ്വാസത്തിൽ ദൈവം ഞങ്ങളെ തുണയ്ക്കുവാനായിട്ടുണ്ട്. അതുപോലെ തന്നെ ആഹാരത്തോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം കൂടെ പറയാം. ഞങ്ങളുടെ മക്കള് സാധാരണയായിട്ട് അവര് ഫുഡൊക്കെ കുറച്ച് കഴിക്കുന്ന ആൾക്കാരാ. അപ്പോ ഇന്നത് വേണമെന്നൊന്നും ഞങ്ങളുടെ മൂത്ത മോള്, ഇളയ മോള് പിന്നെയും പറയും, മൂത്ത മോള് അങ്ങനെ പറയാറില്ല. അപ്പൊ അവള് ഒരു ദിവസം ബീഫ് സാധാരണ കഴിക്കത്തില്ല, പക്ഷെ ബീഫ് ഫ്രൈ ചെയ്ത് കൊടുത്താൽ കഴിക്കും. അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഒരു ദിവസം സൺഡേ ആരാധന കഴിഞ്ഞ് വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവള് പറഞ്ഞു, ഇച്ചിരി ബീഫ് ഫ്രൈ ചെയ്ത് കഴിച്ചാൽ നല്ലതായിരുന്നു പപ്പ എന്ന് പറയാനിടയെ. അപ്പൊ അച്ഛൻ ആദ്യം പറഞ്ഞു, പ്രാർത്ഥിക്കുക, ദൈവം തരും എന്ന് പറഞ്ഞു. വെറുതെ ഒരു ഇതായിട്ട് അങ്ങ് പറഞ്ഞതാ. കൊച്ചിന് എന്തെങ്കിലും ഒരു മറുപടി കൊടുക്കണമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. പക്ഷേ കാക്കയെ കൊണ്ട് ഏലിയാവെ പോറ്റിയെന്ന് പറയുന്ന പോലെ അന്ന് മാത്രമല്ല ഇന്നും കാക്കയെ കൊണ്ട് ഏലിയാവിനെ പോറ്റിയ ദൈവം പ്രവർത്തിക്കുമെന്ന് നമ്മൾ എന്ത് ചോദിക്കുന്നു അത് തന്നെ ദൈവം കൊണ്ടുവരുമെന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ. അന്ന് സന്ധ്യ ഒരു 6-7 മണി ആയപ്പോൾ ഒരാള് 1 കിലോ ബീഫുമായിട്ട് കുഞ്ഞെന്ത് ചോദിച്ചോ അതേ വസ്തുവായിട്ട് തന്നെ ഒരു 7 മണിയായപ്പോൾ കടന്നു വന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിലൊരു കവറുണ്ട്. അപ്പൊ കവറ് വന്ന സമയത്ത് ഇത് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരാൻ പറഞ്ഞ് എന്റെ മനസ്സിൽ പ്രേരണ തന്നിട്ട് കൊണ്ടായിട്ട് മേടിച്ചു കൊണ്ട് വന്നതാ എന്ന് പറയും. അപ്പൊ പ്രേരണ വന്നിട്ട് എന്ന് പറഞ്ഞ് എന്താന്ന് വിചാരിച്ചു ഓപ്പൺ ചെയ്ത് നോക്കുമ്പോ ബീഫ്. ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ലായിരുന്നു. കാരണം സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ പലരിൽ നിന്നും നമുക്ക് ലഭിക്കുമെങ്കിലും നമ്മൾ ഹൃദയത്തിൽ ആഗ്രഹിക്കുന്ന അതേ വസ്തു തന്നെ കൊണ്ടുവരുമെന്ന് എന്റെ കുഞ്ഞിന് വളരെ സന്തോഷം. അവരുടെ ജീവിതത്തിലെല്ലാം അങ്ങനെയാണ് വിശ്വാസത്തിൽ അവരും വളരുവാനായിട്ട് ഇടയായിത്തീർന്നത്. അങ്ങനെ ദൈവം നടത്തുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ അനേകം കാര്യങ്ങൾ ഈ വിശ്വാസത്തിൽ ഞങ്ങൾ വളരുവാനായിട്ട് ഇതുവരെയും കഴിഞ്ഞ 10 വർഷക്കാലമായി വിശ്വാസത്തിൽ. കാരണം ഞങ്ങൾ നാട്ടിൽ കടന്നു ചെല്ലുമ്പോൾ എല്ലാവരും വിചാരിക്കുന്ന എന്തോ സംതിങ് സാമ്പത്തികമായിട്ട് എന്തോ സംതിങ് ഇവർക്കുണ്ട് എന്നൊരു ചിന്താഗതിയാണ്. പക്ഷെ ഈ അനുഭവങ്ങളൊന്നും ആർക്കും അറിയത്തില്ല. ഞങ്ങളും ദൈവവുമായിട്ടുള്ള ബന്ധം ഞങ്ങൾക്കല്ലാതെ വേറെ ആർക്കും. ഒരു ദിവസം ഇപ്രകാരം ഒരു പ്രയാസം ഉണ്ടായി.
വിശ്വാസികൾക്ക് പോലും അറിയത്തില്ല. ഞങ്ങള് ചർച്ചിൽ കടന്നു ചെന്നപ്പോൾ അതുവരെ സംഭവിക്കാത്ത ഒരു അത്ഭുതം ഒരു വ്യക്തിയിൽ മുഖാന്തരം ഞങ്ങൾക്ക് ദൈവം തരുവാനായിട്ട് ഇടയാക്കുന്നു. അങ്ങനെ അനേകം കാര്യങ്ങൾ വിശ്വാസത്തിൽ വളരുവാൻ ദൈവം ഞങ്ങളെ ഇടയാക്കി. അല്ലാതെ സാമ്പത്തികമായിട്ട് സഹായിച്ചതാണോ? അല്ല, സാമ്പത്തികമായി സഹായിച്ചതല്ല. അത് ശരിക്ക് അന്ന് എന്തുവാ, ചോറ് വെക്കാനുള്ള അരിയില്ല. ശരിക്ക് അരി ഇല്ലെന്ന് പറഞ്ഞാല് അത് സൺഡേ രാവിലെ ഉച്ചത്തേക്കുള്ളത് കഷ്ടിയുണ്ട്. ഞാൻ അതിട്ട് വെച്ചിട്ട് കടന്നുപോയി. അപ്പൊ അന്ന് വൈകിട്ട് അച്ഛൻ ഒരു മീറ്റിങ്ങിന് കടന്നു പോകണം. 1 വീക്ക് മീറ്റിങ്ങിന് വില്ലേജിൽ അച്ഛന് കടന്നു പോകണം. അപ്പൊ വില്ലേജിലൊക്കെ അച്ഛൻ കടന്നുപോയി അച്ഛനെ വില്ലേജുകാർ നല്ല ടേക്ക് കെയർ ചെയ്യും. വില്ലേജിലുള്ളവര് അവർക്ക് ഇല്ലെങ്കിൽ പോലും ദേവദാസന്മാരെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സ്നേഹമാണ്. അവരെ വളരെ കാര്യമായിട്ട് ടേക്ക് കെയർ ചെയ്യും. അപ്പൊ അച്ഛൻ അന്ന് പോകാൻ വേണ്ടി കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നു. ഞങ്ങൾക്കാണെങ്കിൽ അരിയില്ല. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തില് അച്ഛൻ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. കാരണം അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് അച്ഛൻ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് ഫാസ്റ്റിംഗ് എടുത്ത് നല്ല പരിചയമുള്ള വ്യക്തി. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് അച്ഛൻ വിഷമിക്കേണ്ട. പിന്നെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഞാൻ ചപ്പാത്തിക്ക് ഗോതമ്പ് പൊടിയുണ്ട്, അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം, അച്ഛൻ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ സൺഡേ ചർച്ചിൽ കടന്നുപോയി ആരാധന കഴിഞ്ഞ് എല്ലാവരും പുറത്തിറങ്ങിയപ്പോൾ ഒരു കവറ് ചർച്ചിന്റെ പുറകില് ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട്. ആ ടേബിളിനകത്ത് ഇരിക്കുന്നു. അപ്പൊ ഞാന് അവിടെ ഉള്ളവരോട് പറഞ്ഞു, ആരോ വന്നിട്ട് കവറ് മറന്നു വെച്ചു, ആരുടെയോ കവർ കൊണ്ടുപോയിട്ടില്ലെന്ന് അവിടെ ഉള്ള വിശ്വാസികളോട് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, അപ്പൊ അച്ഛൻ പറഞ്ഞു, അത് ആരുടെയും കവറല്ല, അത് നിന്റെ കവറാന്ന് പറഞ്ഞു. എന്റെ കവറോ? ഞാൻ കവറ് കൊണ്ടുവന്നില്ലല്ലോ, പിന്നെ ഇങ്ങനെ എന്റെ കവറാന്ന്. അപ്പൊ അച്ഛൻ അറിയാം, അച്ഛൻ ഫ്രണ്ടിൽ നിൽക്കുമ്പോ അറിയാം പുറത്തുനിന്ന് കയറി വരുന്നവർ അവരെങ്ങനെയാ വരുന്നതെന്ന് അച്ഛൻ അറിയാം. അപ്പൊ സാധാരണ ഇങ്ങനെ ദശാംശമൊക്കെ ഇങ്ങനെ അരിയോ അങ്ങനെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നവർ അവർ കൊണ്ടുവന്ന് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരും. പക്ഷെ ആ മോള് അവൾ ആദ്യമായിട്ട് ഇതുവരെ ആ വീട്ടുകാർ ഒരു സാധനം അങ്ങനെ കൊണ്ടുവന്നിട്ടില്ല. അതെന്ന് പറഞ്ഞാല് കടയിൽ നിന്ന് മേടിച്ച അരി പോലും അല്ല. അവർക്ക് വില്ലേജില് ഈ നിലമുണ്ട്, കൃഷി ചെയ്യുന്ന സ്ഥലമുണ്ട്. അവിടെ നിന്ന് കൃഷി ചെയ്തതിന്റെ ആ അരിയുടെ ദശാംശം കൊണ്ടുവന്നതാണ്. നല്ല വീട്ടിലുണ്ടാക്കിയ റൈസാണ് ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയത്. അപ്പോ ഞാനത് ആദ്യം ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അച്ഛൻ പോയി വരുന്ന വഴിക്ക് സമൃദ്ധിയായി ഭുജിക്കൊക്കെ കഴിക്കത്തക്കവണ്ണമുള്ള ആഹാരം അന്ന് ദൈവം ഒരുക്കുവാനായിട്ട് ഇടയത്. അങ്ങനെ എത്രയോ ഇതൊന്നും ഞങ്ങൾക്ക് വിശ്വാസികൾക്ക് അറിയത്തില്ല. പക്ഷെ ഞങ്ങള് ലാസ്റ്റ് ന്യൂ ഇയറിന്റെ ആ സമയത്ത് ഡിസംബർ 31 ടെസ്റ്റ് മണി പറഞ്ഞപ്പോഴാണ് വിശ്വാസികളെല്ലാം ഇത് അറിയുന്നത്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. എന്നിട്ട് അവരെല്ലാം ഞങ്ങളോട് പറഞ്ഞു, ഒരു വിഷമം ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കാൻ പാടില്ല. പക്ഷെ നമ്മൾ ദൈവവേലക്കാരാണ്, നമ്മുടെ പുലർത്തേണ്ടുന്ന ഉത്തരവാദിത്തം മൊത്തം നമ്മുടെ ദൈവത്തിനുള്ളത്. അപ്പൊ അങ്ങനെ വിശ്വാസത്തിൽ മുന്നേറുക ദൈവം ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ദേവദാസന്റെ ശുശ്രൂഷയുടെ മറ്റുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞാട്ട്. ദേവദാസന്റെ അതെ, ഞാൻ പറഞ്ഞല്ലോ, അത്ര നാളും ഗ്രൂപ്പായിട്ടുള്ള മിനിസ്ട്രിയാണ് ചെയ്ത്. സഭാ ചാർജ് എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമാണെന്ന്. എന്നാൽ ഞങ്ങൾ മിനിസ്ട്രിയിൽ കടന്നു വന്നു. ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ മിനിസ്ട്രിക്ക് കടന്നു വന്നതിന് ശേഷം ഒരു അങ്കിളിനെ ആന്റിയും പരിചയപ്പെടുവാൻ ഇടയായി. അത് പരിചയപ്പെട്ടത് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഇവിടെ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. ആ പാസ്റ്റർ പെട്ടെന്ന് മരണപ്പെട്ടപ്പോഴാണ് ഞങ്ങൾ ആ സ്ഥാനത്തേക്ക് കടന്നു വരുന്നത്. അപ്പൊ അവിടെ സഭ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. ആ സഭയിൽ കടന്നു വന്നുകൊണ്ടിരുന്ന അവരുടെ ഒരു ബന്ധുവാണ് ഈ അങ്കിളും ആന്റി എന്ന് പറയുന്നത്. അപ്പൊ അങ്കിളുടെ അടുത്തേക്ക് പോകുവാനായിട്ട് അവർ പക്ക അവിടുത്തെ ഹിന്ദുക്കളാണ്. അവിടെ കടന്നു പോകാൻ കാരണം എന്ന് പറഞ്ഞാൽ അങ്കിളിന് ഒരു ആക്സിഡന്റ് ഉണ്ടായി. വലത്ത് കാല് മൊത്തം വളഞ്ഞുപോയി. ഓപ്പറേഷൻ ചെയ്തായിരുന്നു, അത് നിവരത്തില്ല. അങ്കിളിന് ഏകദേശം 10-70 വയസ്സോളം പ്രായമുണ്ട്. അപ്പൊ അങ്കിളുടെ കാല് മൊത്തം വളഞ്ഞു പോയിട്ട് ഈ കമ്പി എങ്ങാണ്ട് വന്ന് കേറിയിട്ട് അങ്കിളുടെ കാല് ആ മുട്ടിന്റെ മുകളിൽ വെച്ച് വലിയൊരു ഹോളാ. ഞങ്ങൾ കാണുമ്പോൾ അച്ചാന്റെ കൈ ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ ഈ കൈ മൊത്തം ആ ഹോളിന്റെ ഉള്ളിലേക്ക് കയറും. അത്രയും വലിയ ദ്വാരമായിരുന്നു. അപ്പൊ അതെല്ലാം ഇങ്ങനെ പഴുത്ത് പുഴുവരിക്കുന്ന വിധത്തില് അവര് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ, കാരണം പാവങ്ങളാണ്, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അവിടെ കാണിച്ചത്. അപ്പൊ അങ്ങ് അത്ര വലിയ ട്രീറ്റ്മെന്റ് ഒന്നും അവർക്ക് ചെയ്യുന്നില്ല. പിന്നെ വേണ്ട വിധത്തിൽ അത് ക്ലീൻ ചെയ്യാനോ അതിനുള്ള ഒരു സൗകര്യമൊന്നും, ചെറിയൊരു ഗുഡിസി, നമ്മുടെ താറാവുകാരൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു ചെറിയൊരു ഷെഡ് പോലത്തെ ഇതിലാണ്
അത് സ്ഥലം വേറെ ആൾക്കാരുടെ, അങ്ങനെ ഒരു ഷെഡ് ഉണ്ടാക്കി അതില് വാടകയ്ക്കാണ്, അതിന് വാടക കൊടുത്ത് അവര് താമസിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പരിസ്ഥിതിയിലാണ് നമ്മൾ അവരെ കാണുന്നത്. അതിനുശേഷം അങ്കിളിനെ ഞങ്ങൾ എല്ലാ ദിവസവും പോയി പ്രാർത്ഥിക്കും. അങ്കിള് ഈ കെട്ടുപണി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് അങ്കിള് ഭയങ്കരമായിട്ട് കുടിക്കും. അങ്ങനെ അങ്ങാണ്ടാണ് ആക്സിഡന്റ് സംഭവിക്കുന്നത്. അതിനുശേഷം ഞങ്ങള് ഡെയിലി പോയി പ്രാർത്ഥിക്കും, അങ്കിളിനോട് സുവിശേഷം പറയും. അപ്പൊ അങ്കിളിന് കട്ടിലിൽ നിന്ന് മാറാനായിട്ട് പറ്റത്തില്ല. ബാത്റൂം കാര്യങ്ങളെല്ലാം അങ്കിൾ കിടക്കുന്ന ആ കട്ടിലിൽ തന്നെ ഒരു ഹോൾ ഉണ്ടാക്കിയേക്കുവാണ്. അല്ലാതെ അങ്കിളിന് നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് നമുക്ക് ഒന്നും എടുത്തുകൊണ്ട് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്നും പോയി പ്രാർത്ഥിക്കും. അങ്കിളിന് സുവിശേഷം കേട്ട് അങ്കിളിന് വിശ്വാസമായി ദൈവത്തില്. അങ്ങനെ വിശ്വാസമായിരിക്കുന്ന സമയത്ത് അങ്കിൾ കഴിക്കുന്ന മരുന്ന് മുഖാന്തരം അങ്കിളിന് മോശം പോകത്തില്ല. അങ്ങനെ മോശം പോകാതെ വളരെ കഷ്ടപ്പെട്ട് 2-3 ദിവസം ഇത് ഞങ്ങൾ എല്ലാ ദിവസവും ഞങ്ങൾ കടന്നു ചെല്ലും. പക്ഷെ അങ്കിള് പറഞ്ഞില്ല. 3-ാമത്തെ ദിവസം ഇങ്ങനെ പോകാതെ അങ്കിളിന് വളരെ വിഷമമായപ്പോൾ ഇങ്ങനെ അങ്കിള് ഈ വിഷയം പറഞ്ഞു, ഇങ്ങനെ മോശം പോകുന്നില്ല എന്നുള്ള വിഷയം. അപ്പൊ അതിനുവേണ്ടി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങൾ പോകുന്നതിന്റെ ആ നിമിഷം മുതല് വളരെ ഫ്രീ ആയി അങ്കിളുടെ മോശം പോയി. അങ്ങനെയാണ് അങ്കിൾ വിശ്വാസത്തിൽ വളരുവാനായിട്ട് ഇടയാകുന്നത്. അങ്ങനെ ആ കിടപ്പിൽ കിടന്നുകൊണ്ട് അങ്കിൾ എന്തൊരു ചെറിയ ആവശ്യം ഉണ്ടെങ്കിൽ പോലും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അതിൽ വിജയം നേടുകയും ചെയ്തു. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഈ മുറിവ് അത്രയും നാളും നമ്മൾ അതിന് ശ്രദ്ധിച്ചില്ല. കാരണം അത് മാറത്തില്ല എന്നൊരു ചിന്തയിൽ അങ്കിളുടെ മനസ്സിലും അത് മാറത്തില്ല എന്നൊരു ചിന്തയായിരുന്നു. പക്ഷെ പിന്നീട് അത് മുന്നോട്ട് പോയപ്പോൾ അങ്കിളിന് അത് വളരെ വേദനയായപ്പോൾ അങ്കിള് പറഞ്ഞു, എനിക്കിത് വളരെ വേദനയാണ്, അതുകൊണ്ട് ഇത്രയും നാളെന്ന് പറഞ്ഞാൽ അവരങ്ങനെ മാനേജ് ചെയ്തു. അങ്കിൾ അങ്ങനെ കിടക്കുകയാണല്ലോ, അപ്പൊ ഒരു പ്രയാസമില്ലായിരുന്നു. പക്ഷെ അതിന് വേദന എന്ന് പറഞ്ഞാൽ ഉള്ളു മൊത്തം പഴുത്തത് കൊണ്ടാണ് വേദന തുടങ്ങിയത്. അപ്പൊ വേദനയായപ്പോൾ അങ്കിൾ പറഞ്ഞു, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അങ്കിളിന് വിശ്വാസം ഉണ്ട്. അപ്പൊ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അന്ന് പ്രാർത്ഥിച്ച് അച്ഛൻ തന്നെ അതിന് നമുക്ക് മോളിൽ കാണുന്ന ആ അഴുക്കെല്ലാം ക്ലീൻ ചെയ്ത് അച്ഛൻ തന്നെ ഓയിലെടുത്ത് പ്രാർത്ഥിച്ച് അതിനകത്ത് പെരട്ടി പ്രാർത്ഥിച്ചു ഞങ്ങൾ പോന്നു. പിറ്റേ ദിവസം ചെന്നപ്പോൾ അത് വാടി കണ്ടു. അങ്ങനെ അത് ദിവസങ്ങൾ മുന്നോട്ട് പോയി. ഒരിക്കലും ഞാൻ പറഞ്ഞില്ല, അച്ഛന്റെ കൈ ഇങ്ങനെ കേറും അതിന്റെ ഉള്ളിലേക്ക്, അത്രയും വലിയ മുറിവായിരുന്നു. അത് മൊത്തം ദശ വന്ന് മൂടി, മുറിവില്ലാത്ത വിധത്തിൽ ആ ദശ വന്നത് മൂടിക്കളഞ്ഞു. അപ്പൊ അങ്ങനെയാണ്. പക്ഷെ അങ്കിളിന് വളരെ വിശ്വാസമായി. അങ്ങനെ അങ്കിള് പിന്നെ അങ്കിളുടെ അങ്കിള് നേരത്തെ കെട്ടുപണി ചെയ്തുകൊണ്ട് നടക്കുമ്പോൾ കുടിയന്മാര് ഫ്രണ്ട്സ് എല്ലാവരും വരുമായിരുന്നു. പിന്നെ ഒരാൾ കുടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ അങ്കിള് പറയും, നീ കുടിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അകത്തേക്ക് കയറരുതെന്ന് പറയും. അങ്ങനെ അങ്കിൾ വിശ്വാസത്തിൽ വളർന്നു. പക്ഷെ ഒരു ഭാരമെന്ന് പറയുന്നത് അങ്കിളിനെ സ്നാനപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. കാരണം ആ പരിസ്ഥിതിയിൽ സ്നാനപ്പെടുത്താനായിട്ട് കഴിയത്തില്ല. പക്ഷെ അങ്കിള് ഒരു ദിവസം ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു. മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് അങ്കിൾ ഒരു സ്വപ്നം കണ്ടു. എല്ലാവരും ബിൽഡിങ് കെട്ടുക. ഞാൻ പറഞ്ഞല്ലോ അങ്കിള് കെട്ടുപണിക്കാരനാ. ബിൽഡിങ് കെട്ടുക. എല്ലാവരും മുകളില് ഈ പലക വെച്ച് കെട്ടി അതിന്റെ മുകളിൽ നിന്ന് പണിയുക. പക്ഷെ അങ്കിള് മാത്രം താഴെ നിന്ന് പണിയുക. എല്ലാവരും മുകളിൽ കയറി നിൽക്കുന്നു, അങ്കിള് മാത്രം താഴെ നിന്ന് പണിയുന്നു. അപ്പൊ പിറ്റേ ദിവസം ചെന്നപ്പോൾ അങ്കിള് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു, എല്ലാവരും ഇപ്പോഴും എല്ലാവർക്കും കാലുണ്ട്, മുകളിൽ നിന്ന് പണിയാനുള്ള കാലുണ്ട്. അങ്കിളിന് പണിയാൻ മുകളിൽ നിന്ന് പറയാനുള്ള കാല് ശരിയല്ലല്ലോ, അതുകൊണ്ട് അങ്കിൾ താഴെ നിന്ന് പണിയെ ദൈവം മുകളിലേക്ക് അങ്കിളിനെ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. അത് പറഞ്ഞതിന്റെ നെക്സ്റ്റ് വീക്ക് ഞങ്ങൾ പോയി പ്രാർത്ഥിച്ചു. അങ്കിളിന് പ്രൈസ് റോഡ് കൊടുത്ത് ഞാൻ വീട്ടിൽ വന്ന് കേറിയ ഉടനെ ഞങ്ങൾക്ക് ഫോൺ കോൾ വന്നു, അങ്കിൾ ഈ ലോകം വിട്ട് ദൈവസന്നിധി ചേർക്കപ്പെട്ടു. അങ്ങനെ ഞങ്ങളുടെ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഒരു സഭാ മിനിസ്ട്രിയിലേക്ക് കടന്നതെങ്കിൽ തന്നെയും വളരെ അനുഗ്രഹത്തോടെ ദൈവം ഞങ്ങളെ ഓരോ സ്റ്റെപ്പും നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്നെ ഞങ്ങളെ വിശ്വാസം പഠിപ്പിച്ചു. അങ്ങനെ മിനിസ്ട്രിയിൽ മുന്നോട്ട് പോകുവാനായിട്ട് ദൈവം ഇടയാക്കി. അതുപോലെ തന്നെ ദുരാത്മാക്കൾ വിട്ടുപോകുന്നത് കാണുവാനായിട്ട് ഞാൻ അത്ര നാളും ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ ആരുടെയും കണ്ടതല്ല, ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ ദൈവം ഞങ്ങളെ അതിനെല്ലാം ഉപയോഗിച്ചു. ഇപ്രകാരം ഒരു സഹോദരി വയറുവേദനയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ സഹോദരിയുടെ ഹസ്ബൻഡ് വിളിച്ചു. ഞങ്ങൾ വീട്ടിൽ ചെന്നു. കുഞ്ഞുങ്ങളെ വേറൊരു വീട്ടിലാക്കിയിട്ട്, ഒരു വിശ്വാസിയുടെ വീട്ടിലാക്കിയിട്ടാണ് ഞങ്ങൾ കടന്നുപോയത്. അവിടെ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ദുരാത്മാവിന്റെ കെട്ടാണെന്ന്.
അപ്പൊ പുള്ളിക്കാരിയോട് അച്ഛൻ മുട്ടുമേ നിക്കാൻ പറഞ്ഞു. മുട്ടുമേ നിക്കാൻ പറഞ്ഞപ്പോ പുള്ളിക്കാരി പറഞ്ഞു നിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു ഇല്ല, നിന്നേ മതിയാവൂന്നു. അങ്ങനെ നിർബന്ധം പിടിച്ചപ്പം നിന്നെങ്കിലും പ്രാർത്ഥന തുടങ്ങുമ്പോഴത്തേക്കും താഴെ വീഴും. അപ്പൊ നമ്മൾ പിടിച്ചു നിർത്തും. അങ്ങനെ നിർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ ഈ ദുരാത്മാവ് പറഞ്ഞു ഞാൻ ഇവളെ വിട്ടു പോകത്തില്ല, ഇവളെയും കൊണ്ടാ പോകത്തുള്ളത് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു അതെങ്ങനെ അവളെ കൊണ്ട് പോകുന്നത്, അവൾ ദൈവപൈതല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു പോരാട്ടം അവിടെ നടക്കുവാനിടയായി. ലാസ്റ്റ് അച്ഛൻ പറഞ്ഞു യേശുവിന്റെ രക്തത്താൽ ഇവളെ മുദ്രയിടാൻ പോകുക, അതുകൊണ്ട് യേശുവിന്റെ രക്തം സകല പാപത്തെയും ദൂരീകരിക്കുന്നത്. ആ ഒരു ശക്തി വന്നാൽ നിനക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല, അത് ആ അഗ്നി നിന്നിലേക്ക് വന്നാൽ നിന്നെ കരിച്ചു കളയുമെന്ന് പറഞ്ഞു. അപ്പൊ അതെനിക്ക് അറിയാന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു നീ പോകുവാണെങ്കിൽ പോ, അല്ലെങ്കിൽ ഇപ്പൊ നിന്നെ കരിച്ചു കളയാൻ പോവുക എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആദ്യം ഒന്നും സമ്മതിച്ചില്ല. ലാസ്റ്റ് പുള്ളിക്കാരി പറഞ്ഞു ഞാൻ പോകാന്ന് പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു വെറുതെ പോയാൽ പറ്റത്തില്ല, നീ എന്തെല്ലാം കെട്ടിയിട്ടുണ്ടോ ആ കെട്ടുകളെല്ലാം ഓരോന്ന് അഴിച്ചിട്ട് വേണം പോകാന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരിക്ക് വയറുവേദനയാണ് ശരിക്കും, പക്ഷെ ആ കെട്ടെന്ന് പറയുന്നത് ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെയും കെട്ടുമായിരുന്നു. ആദ്യം തല കെട്ടി, നമുക്ക് കാണാം ശരിക്ക് ഈ തലേന്നുള്ള കെട്ട് നമ്മള് ഒരു കെട്ടഴിക്കുന്ന പോലെ തന്നെ ആ പുള്ളിക്കാരി ഇങ്ങനെ അഴിക്കും, തലേന്നുള്ള കെട്ടഴിക്കും. അപ്പൊ തലേന്ന് ഞാൻ ഫ്രീ ആയി എന്ന് പറയും. അങ്ങനെ പിന്നെ വയറ്റിന്നുള്ള കെട്ടഴിക്കും, വയറ് ഫ്രീ ആയി എന്ന് പറയും, കാലിന്റെ കെട്ടഴിക്കും, കൈയുടെ കെട്ടഴിക്കും. ഇങ്ങനെ ഈ അവയവങ്ങളുടെ എല്ലാം ഓരോരോ കെട്ടഴിക്കാൻ തുടങ്ങി. കെട്ടഴിച്ചുകൊണ്ടിരിക്കുമ്പോ അച്ഛൻ പറഞ്ഞു നീ കെട്ടഴിച്ച് പോകുന്ന എനിക്ക് ഒരു തെളിവ് തന്നിട്ട് വേണം പോവാന്ന് പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു ഞാൻ പുറത്തെങ്ങനെ പോകും, പുറത്തു പോകാൻ വാതിൽ അടച്ചിട്ടേക്കുക എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു വാതിൽ അടച്ചിട്ടുണ്ടെങ്കിൽ വാതിൽ തുറന്നു പോകേണ്ട ഉത്തരവാദിത്വം നിന്റെയാ, കാരണം നീ ആരോടും ചോദിച്ചിട്ടല്ലല്ലോ അകത്ത് കയറിയത്, അതുകൊണ്ട് തുറന്നു പോകേണ്ട ഉത്തരവാദിത്വം നിന്റെയാ എന്ന് പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് എല്ലാ കെട്ടുകളും അഴിച്ച് അടഞ്ഞു കിടക്കുന്ന വാതില് ഇങ്ങനെ നമ്മള് ഇങ്ങനെ അടിച്ചു വിടുമ്പോ ഒരു ശബ്ദം കേൾക്കത്തില്ലേ, ചെന്നടിക്കുന്ന പോലെ, അങ്ങനെ വാതിൽ തുറന്ന് അടച്ച് ആ ശബ്ദത്തോടുകൂടി ദൈവം വിട്ടുപോയി, ആ ദുരാത്മാവ് വിട്ടുപോയ ഉടനെ തന്നെ ഇവള് താഴെ വീണ് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞപ്പോ ഇവള് കണ്ണു തുറന്നിട്ട് അപ്പോഴാണ് ചോദിക്കുന്നത് പാസ്റ്റർ ആന്റി എപ്പോഴാ വന്നേന്ന്. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഞങ്ങൾ അതുവരെയും ചെയ്യാത്ത ശുശ്രൂഷകൾ ദൈവം ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കാനിടയിൽ അങ്ങനെ അത്ഭുതകരമായി അതിശയകരമായി ദൈവം മുന്നോട്ട് നടത്തി. കഴിഞ്ഞ നമ്മുടെ കർത്താവ് രോഗികൾക്ക് വൈദ്യനാണ്, ഭൂതങ്ങളെ പുറത്താക്കുവാൻ കഴിവുള്ളവനാണ്. നമ്മുടെ കർത്താവിന് കഴിയാത്ത തീർച്ചയായും നമ്മുടെ കർത്താവിന് കഴിയാത്ത ഒന്നുമില്ല. അതുപോലെ തന്നെ ഞങ്ങൾക്ക് മിനിസ്ട്രി, വില്ലേജിലൂടെ ഒരു മിനിസ്ട്രി ഉണ്ട്. ഇവിടുന്ന് ഏകദേശം ഒരു 22 കിലോമീറ്റർ ദൂരെ ഞങ്ങൾക്ക് വില്ലേജിൽ ഒരു മിനിസ്ട്രി ഉണ്ട്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ദേവദാസന്മാർ കടന്നു ചെന്നിട്ട് അവരെ മരത്തിൽ കെട്ടിയിട്ട് അടിച്ച ഒരു സ്ഥലമാണ് വില്ലേജാണ്. അവിടെ ഒരു ചർച്ച ഒന്നുമില്ല. അപ്പൊ അച്ഛൻ ഒരു നാട്ടിൽ നിന്ന് 2-3 ദേവദാസന്മാർ വന്നു. അവർക്ക് വില്ലേജുകളിൽ സ്കൂൾ ഓപ്പൺ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തില് ഇങ്ങനെ ഓരോ വില്ലേജുകൾ നോക്കി പോയതാ. അപ്പൊ ആ വില്ലേജിൽ പോയതല്ല, വില്ലേജിൽ നിന്ന് വേറെ വില്ലേജിലേക്ക് പോയതാണ്. പക്ഷെ ആ വില്ലേജ് പാസ് ചെയ്ത് പോയപ്പോൾ അവിടെ ഒരു കുരിശ് കണ്ടു പോകുന്ന വഴിയുടെ സൈഡില്. അപ്പൊ കുരിശ് കണ്ടപ്പോ വിചാരിച്ചു അതൊരു ചർച്ചാണെന്ന്. തിരിച്ച് അവര് വില്ലേജുകളിൽ പോയി തിരിച്ചു വരുന്ന വഴിക്ക് അവിടെ റോഡ് സൈഡിൽ നിർത്തി ആ കടക്കാരോട് ചോദിച്ചു ഇത് ചർച്ചാണോ എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഇത് ചർച്ചല്ല, ഒരു വ്യക്തിയുടെ വീടാണ്, അവരൊരു കാത്തലിക് ചർച്ചിൽ പോകുന്നവരാണ്, ഒരു വ്യക്തിയുടെ വീടാന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ചർച്ചില്ലെന്ന് ചോദിച്ചപ്പോ ഇല്ല, വില്ലേജ് ചർച്ചില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ അച്ഛനും ആ കടന്നുപോയ ദേവദാസന്മാരും തിരിച്ചു വന്ന് ഇവിടെ വന്ന് ഞങ്ങൾ അന്ന് വൈകിട്ട് ഇങ്ങനെ അച്ഛൻ കടന്നുപോയ ദേശങ്ങളെല്ലാം വഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കണ്ട ആ വില്ലേജിനെ കുറിച്ച് ഒരു ആത്മഭാരം കടന്നു വരുവാനായിട്ട് ഇടയായി. അങ്ങനെ ആത്മഭാരം കടന്നു വന്നു. ഞങ്ങള് പ്രാർത്ഥിച്ച് കുറച്ച് ദിവസങ്ങൾ പ്രാർത്ഥിച്ച് അവിടേക്ക് കടന്നു പോകാം എന്നൊരു ധാരണയിൽ ഞങ്ങൾ ഒരു ദിവസം ഞാനും അച്ഛനും കൂടെ കടന്നുപോയി. കടന്നുപോയെങ്കിൽ അച്ഛൻ അന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ സ്കൂളുകൾ ഇല്ലാതെ വില്ലേജുകൾ നോക്കിയേ പോയി. അപ്പൊ നമുക്ക് വഴിയൊന്നും പരിചയമില്ല. പക്ഷെ ഞങ്ങൾ ഏതോ വഴി ഒരു പ്രാവശ്യം പോയെങ്കിലും വഴി ഓർത്ത് വെക്കാത്തതായതുകൊണ്ട് ഒരു ഐഡിയ വെച്ച് ഇങ്ങനെ പോയി ഞങ്ങൾ ആ വില്ലേജും കടന്ന് കവർ ചെയ്തു പോയി വേറൊരു വില്ലേജിലേക്ക്. എന്നിട്ട് അച്ഛൻ ഉദ്ദേശിച്ച സ്ഥലം കണ്ടില്ല.
പിന്നെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്കാണ് ആ സ്ഥലം കാണുന്നത്. അങ്ങനെ കണ്ട് ഞങ്ങൾ അവിടെ കുറച്ച് ട്രാക്റ്റുകളെല്ലാം കൊടുത്തു. അപ്പോൾ അങ്ങനെ ട്രാക്റ്റുകൾ കൊടുക്കാനോ ഞങ്ങൾ വീടുകൾ കയറി ഇറങ്ങുമ്പോഴാണ് ഇപ്പോ രാജു എന്ന് പറയുന്ന ഒരു പയ്യൻ, അവൻ ആക്സിഡന്റ്, അവൻ ഏകദേശം 18-19 വയസ്സുണ്ട്. അപ്പം അവൻ ആക്സിഡന്റ് ആയി, കാല് നിവരാതെ ഇങ്ങനെ കൈ കുത്തി നിരങ്ങി നടക്കത്തുള്ളൂ. അങ്ങനെ അവന്റെ വീടിന് മുമ്പില് ഇരിക്കുക, റോഡ് സൈഡിൽ ഇരിക്കുക. അപ്പോ അവന്റെ റോഡിന്റെ മുമ്പിൽ എന്ന് പറഞ്ഞ ഒരു പുളിമരം നിൽക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ വണ്ടി വെക്കാൻ വേണ്ടി ട്രാക്റ്റുകൾ കൊടുത്തിട്ട് വരണം, അവിടെ ഒരു തണുപ്പ് കണ്ടതുകൊണ്ട് വണ്ടി വെക്കട്ടെ എന്ന് അവരോട് ചോദിച്ചു. അപ്പൊ ആ വെച്ചോളം പറഞ്ഞു ഞങ്ങൾ വണ്ടി വെച്ച് ഓരോരോ വീടുകൾ കയറി ട്രാക്റ്റുകൾ കൊടുത്ത് തിരിച്ചു വന്നു. വണ്ടി എടുക്കാനായിട്ട് വന്നപ്പോഴും അവൻ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അച്ഛൻ ചോദിച്ചു, നീ എന്താ ഇവിടെ തന്നെ ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ അവന്റെ കഥ പറയുവാനായിട്ടിടയിൽ, ആക്സിഡന്റ് ആയ കാര്യങ്ങളെല്ലാം. അപ്പോ അവൻ ആക്സിഡന്റ് ആയതിനു ശേഷം 9 മാസത്തിന് ശേഷമാണ് അവൻ നിരങ്ങി വീടിന്റെ വെളി കാണുന്നത്. വെളിയിലേക്ക് വരുന്നത് 9 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പൊ അത്രയും ഘോരമായ പരിസ്ഥിതിയിൽ അവനായിരുന്നു. എന്നാൽ അവനോട് സുവിശേഷം പറഞ്ഞു. പക്ഷെ അവൻ സുവിശേഷം നേരത്തെ കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അവിടെ വേറെ പല ദേവദാസന്മാർ കടന്നു ചെന്നിട്ടുണ്ട്. അപ്പോ സുവിശേഷം കേട്ടിട്ടുണ്ട്, എങ്കിലും ദൈവത്തിൽ അത്ര വിശ്വാസമില്ല. പക്ഷെ നമ്മള് സുവിശേഷം പറഞ്ഞ് നെക്സ്റ്റ് വാരം, 2ാമത്തെ വാരം ഞങ്ങൾ ആഴ്ചയിലും പോയി അവിടെ കടന്നു ചെന്ന്, പിന്നീട് 2-3 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് പോയപ്പോൾ ഞങ്ങൾ അവരോട് ചോദിച്ചു, നമ്മൾ ഇവിടെ ഒരു പ്രാർത്ഥന മുറ്റത്ത് വെക്കട്ടെ എന്ന് ചോദിച്ചു. അവരുടെ അനുവാദം തന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു മിനിസ്ട്രി, ഒരു പ്രയർ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടിടെ അങ്ങനെ അവർ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന് അവന്റെ കാല് പിന്നെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കുകയും, ഒരു അത്ഭുതകരമായി അവന്റെ കാല് ഓപ്പറേഷൻ ചെയ്യാനുള്ള സാമ്പത്തികമൊന്നും നമ്മുടെ കയ്യിലില്ല. പക്ഷെ ആ വഴികളൊന്നും ഇപ്പൊ ഞാൻ പറയുന്നതില്ല, അതെല്ലാം ദൈവവും ഞങ്ങളുമായിട്ടുള്ള ബന്ധമാണ്. അതുപോലെ അങ്ങനെ ആർക്കും കഴിയാത്ത വിധത്തിൽ, ആരും ചിന്തിക്കാത്ത വിധത്തിൽ സ്വർഗത്തിലെ ദൈവം അവന്റെ കാല് പിന്നെയും ഓപ്പറേഷൻ ചെയ്യുവാനും, അവൻ ആദ്യം ഗവൺമെന്റ് ഹോസ്പിറ്റൽ ചെയ്തിട്ട് അവൻ റാഡ് ഇട്ടു, കമ്പി ഇട്ടു. ആ കമ്പി മുകളിലേക്ക് തള്ളി നിൽക്കുക. അപ്പൊ അവൻ നടക്കുമ്പോൾ ഈ കമ്പി അവന്റെ ശരീരത്തിൽ കുത്തിക്കേറും. അതുകൊണ്ടാണ് നടക്കാൻ പറ്റാത്തത്. എന്നാൽ ആ കമ്പി എടുത്തു കഴിഞ്ഞ് പിന്നെയും അവന്റെ കാല് ഓപ്പറേഷൻ ചെയ്യുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ഇരിക്കുന്ന ഓപ്പറേഷൻ, 2ാമത് ഓപ്പറേഷൻ ചെയ്തപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു 3 മാസം കഴിയാതെ ബെഡിൽ നിന്ന് ഇറങ്ങരുത്. ബെഡിൽ നിന്ന് 3 മാസം കഴിയാതെ ഇറങ്ങരുത്. 6 മാസത്തിന് ശേഷമാണ് വീൽ ചെയറിൽ നിന്നല്ലാതെ കാല് നിലത്ത് കുത്താൻ പറ്റത്തുള്ളൂ. അങ്ങനെ പറഞ്ഞ് വിട്ട സ്ഥാനത്ത് 9 മാസം ഞാൻ പറഞ്ഞില്ല, അവൻ വീടിന്റെ ഉള്ളിൽ തന്നെയായിരുന്നു, പുറത്തിറങ്ങില്ല. അപ്പോൾ അവന്റെ സകല കാര്യങ്ങളും, ഒരു ചെറുപ്പക്കാരനല്ലേ, അവന്റെ സകല കാര്യങ്ങളും ചെയ്ത് അവന്റെ മാതാവ് ഒത്തിരി കഷ്ടപ്പെട്ടു. അപ്പൊ ഈ പ്രാവശ്യം ഓപ്പറേഷൻ കഴിഞ്ഞ് ഈ പ്രാവശ്യം ഡോക്ടർമാർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവന് വളരെ നിരാശയായി. അവൻ പറഞ്ഞു, അവൻ ആ ഒരു രാത്രി ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞ് വന്നതിന്റെ ആ രാത്രി അവൻ ദൈവസന്നിധി നിലവിളിച്ചു. ആ രാത്രി അവൻ ദൈവത്തോട് പറഞ്ഞു, ഇനി എന്റെ അമ്മേനെ ഞാൻ ഈ 3 മാസം ബെഡിൽ തന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ കഷ്ടമാണ്, എന്റെ അമ്മേനെ എനിക്ക് കഷ്ടപ്പെടുത്താനായിട്ട് പറ്റത്തില്ല, എനിക്ക് എഴുന്നേറ്റ് നടക്കണം, ദൈവം എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് അന്ന് രാത്രി അവൻ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം അവൻ പ്രാർത്ഥിച്ചു. ആ പിറ്റേ ദിവസം ഡിസ്ചാർജ് ആയതിന്റെ പിറ്റേ ദിവസം മാത്രമാണ് അവന്റെ അമ്മ അവന് വേണ്ടി കഷ്ടപ്പെട്ടത്. 2ാമത്തെ ദിവസം ഡിസ്ചാർജ് ആയതിന്റെ പിറ്റേ ദിവസം 2ാമത്തെ ദിവസം അവൻ എഴുന്നേറ്റ്, അവന് ബാത്റൂം ഒന്നുമില്ല, ഒരു ചെറിയ കുടിശ്ശില താമസിക്കുന്നത്. അപ്പോ അവന്റെ കാര്യങ്ങൾക്ക് എല്ലാം വേണ്ടി തൊട്ടടുത്ത് ഫോറസ്റ്റിൽ പോണം, കാട്ടിൽ പോണം. അവന്റെ ആവശ്യത്തിന് വേണ്ടി 3ാം ദിവസം, 3 മാസം കഴിയാണ്ട് ബെഡേ നിറങ്ങരുതെന്ന് പറഞ്ഞ സ്ഥാനത്ത് 2ാം ദിവസം അവൻ കാട്ടിൽ അവന്റെ കാര്യം നടത്തുവാനായിട്ട് കടന്നുപോയി. അങ്ങനെ ആ ദേശത്ത് എല്ലാവർക്കും വലിയൊരു അതിശയം, കാരണം അനേക ദൈവദാസന്മാർ ഉപദ്രവിച്ച സ്ഥലമാണ്. ആ സ്ഥാനത്ത് ആ ദേശത്ത് എല്ലാവർക്കും വലിയ അതിശയമായി, എല്ലാവർക്കും വിശ്വാസമായി. ഇപ്പോൾ അവനെ ആ ദേശത്ത് ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക, പല അത്ഭുതങ്ങളിലൂടെ, പല അതിശയങ്ങളിലൂടെ. പക്ഷെ ആരും അത്ഭുതങ്ങൾക്ക് വേണ്ടി, വിടുതലുകൾക്ക് വേണ്ടി അവന്റെ അടുക്ക കടന്നു വന്ന് പ്രാർത്ഥിക്കും. പക്ഷെ കടന്നു വരാനായിട്ട് ഈ ബന്ധനം, ചില കാര്യങ്ങൾ മുഖാന്തരം അവർക്ക് കടന്നു വരുവാനായിട്ട് കഴിയുന്നില്ല. പക്ഷെ മഴയില്ലാത്ത സ്ഥാനത്ത് ഇവിടെ ചൂടെന്ന് പറഞ്ഞാൽ പക്ക ചൂടുള്ള സമയമുണ്ട്, വെയിലുള്ള സമയമുണ്ട്. ആ വെയിലത്ത്, അതുപോലെ വെയില് തെളിഞ്ഞു നടക്കുന്ന പകൽക്കാലം ഇവനെ പരീക്ഷിക്കാൻ വേണ്ടി അവന്റെ ഫ്രണ്ട്സ് പറഞ്ഞു, നീ പ്രാർത്ഥിക്കും, നിന്റെ ദൈവം വലിയവനല്ലേ, നിന്റെ കാല് സൗഖ്യമാക്കിയല്ലേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് അവനും അത്ര
പെയ്യോന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഇവര് വെല്ലുവിളിച്ചത് കൊണ്ട് അവൻ പ്രാർത്ഥിച്ചു. എന്നാല് പ്രാർത്ഥിച്ച് ആമേൻ പറയുമ്പോഴത്തേക്കും മേഘം കറുത്ത് 3 മണിക്കൂർ നിന്ന് മഴ പെയ്തു. അങ്ങനെ തന്നെ ആ മഴ ഈ ഫ്രണ്ട്സ് കളിയാക്കി ചോദിച്ചതാ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഫ്രണ്ട്സിന് വീട്ടിൽ പോകാൻ കഴിയുന്നില്ല. അപ്പൊ അവര് പറഞ്ഞു, നീ തന്നെ പ്രാർത്ഥിച്ച് മഴയെ നിർത്താൻ പ്രാർത്ഥിച്ചു. അങ്ങനെ മഴയെ നിർത്തി. അങ്ങനെ ഏലിയാവിനെ കൊണ്ട് ദൈവം ചെയ്യിച്ചു എന്ന് പറയുന്ന കാര്യങ്ങൾ അവൻ മുഖാന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വളരെ അത്ഭുതകരമായി ഇപ്പോഴും ശരിക്കും ദൈവസഭയ്ക്ക് വലിയ വളർച്ചയൊന്നും ഇല്ലെങ്കിലും ഉള്ളവർ വളരെ ആത്മീയമായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെന്ന് പറഞ്ഞാല് കഴിഞ്ഞ 2022 പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അച്ഛൻ ഹാർട്ട് അറ്റാക്ക് മുഖാന്തരം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോഴും ഒന്നും അറിയില്ലാത്ത പരിസ്ഥിതിയിൽ ദൈവം ഞങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നു. എങ്കിലും എനിക്കൊരു വിശ്വാസം ഇപ്പോഴും എന്ന് പറയുന്നത്, ഞങ്ങളുടെ പൗലോസ് ദൈവസന്നിധിയിൽ നിന്ന് കടന്നുപോയപ്പോൾ ഒരു തിമോഥെയോസിനാക്കി വെച്ചിട്ട് പോയി. അതുപോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം ഈ നാളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അവരെ ഇനിയും ഉപയോഗിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അനേകം പ്രവചനങ്ങൾ അവരുടെ മേലുണ്ട്. അതെല്ലാം കാരണം അച്ഛൻ പോയെങ്കിലും ഈ മിനിസ്ട്രി തകർന്നു പോകുമെന്ന് ശത്രു ചിന്തിച്ച്, എന്നാൽ ദൈവം 1.5 വർഷം, 1 വർഷം കഴിഞ്ഞു, 1.25 വർഷത്തോളം ആകുന്നു അച്ഛൻ ഞങ്ങളെ വിട്ട് ദൈവസ്ഥാനത്ത് ചേർക്കപ്പെട്ടിട്ട്. ഇതുവരെയും ദൈവം നടത്തി വളരെ അത്ഭുതകരമായി കുഞ്ഞുങ്ങളെല്ലാം വളരെ ആനന്ദത്തോടും സന്തോഷത്തോടും കൂടി ആയിരിക്കുന്നു. അങ്ങനെ മക്കൾക്ക് മൂത്ത മോള് ഇത് 18 years, അവളിപ്പോ 12th കഴിഞ്ഞ് നേഴ്സിംഗിന് അഡ്മിഷൻ എടുത്തിരിക്കുന്നു. രണ്ടാമത്തെ മോള് 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ദേവദാസന്റെ പെട്ടെന്നുള്ള വിയോഗം ദേവദാസിയില് എഫക്ട് ചെയ്യുന്നത് അത് എന്നെ സംബന്ധിച്ച് ഞാനൊരു ഷോപ്പിൽ പോയി പരിചയം എനിക്കില്ല. തൊട്ടടുത്ത കടയല്ല, പക്ഷെ ഒരു പാൽ പാക്കറ്റ് പോലും ഞാൻ മേടിക്കാൻ പോയി പരിചയമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തില് പെട്ടെന്ന് ഇങ്ങനെ ഒരു മരണം സംഭവിച്ചപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. എന്നാല് മരിച്ച് ബോഡി മോർച്ചറി വെച്ച സമയത്ത് നാട്ടിൽ നിന്ന് പ്രിയപ്പെട്ടവർ കടന്നു വരാൻ വേണ്ടി മോർച്ചറിയിൽ ബോഡി ആയിരുന്ന സമയത്ത് എന്നെ അറിയുന്ന എല്ലാവരും ഇവിടെ നിന്ന് വെളിയിൽ നിന്ന് പറയുന്നത് ഞാൻ കേട്ടു, ഒബി ഇനി എങ്ങനെ കുഞ്ഞുങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന്. കാരണം അവരുടെ എല്ലാം കാഴ്ചപ്പാടിൽ ഞാൻ അങ്ങനെ ആയിരുന്നു. എൻ്റെ വീട്ടുകാരുടെ മാതാപിതാക്കളുടെ ആ ഒരു കെയറിങ്ങിൽ വളർന്നപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, കഷ്ടതയിലൂടെ ദുഃഖത്തിലൂടെ എല്ലാം പോയിട്ടുണ്ടെങ്കിലും ഞങ്ങളൊരു കഷ്ടത അറിഞ്ഞിട്ടില്ല. അതിനേക്കാൾ അപ്പുറമായിട്ട് അച്ഛൻ എന്നെ നോക്കി. അപ്പൊ അങ്ങനെ ഒരു ആ ബന്ധത്തില് ഇങ്ങനൊരു മരണം സംഭവിച്ചപ്പോൾ എല്ലാവരും വിചാരിച്ചു ഞാൻ മാനസികമായി ഇതായി തീരും. പക്ഷേ ദൈവം ഒന്ന് ചെയ്യുന്നതിന് മുന്നമേ ഒരു ബലം തന്നിട്ടേ ചെയ്യത്തുള്ളൂ. കാരണം ഈ അച്ഛന് സംഭവിച്ച ഈ ഒരു മരണം വർഷങ്ങൾക്ക് മുമ്പ് സംഭവിക്കാമായിരുന്നതാ. ഞങ്ങൾ ഈ മിനിസ്ട്രിക്ക് വന്ന് ഏകദേശം 2-3 വർഷം കഴിഞ്ഞ സമയത്ത് ഒരു ദിവസം അച്ഛൻ ഇങ്ങനെ രാത്രി ബാത്റൂമിൽ പോയി അച്ഛൻ യൂറിൻ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോറ് ഇങ്ങനെ ആരോ കൊട്ടുന്ന പോലെ സൗണ്ട് കേട്ടു അച്ഛൻ. അപ്പൊ അച്ഛൻ വിചാരിച്ചു കുഞ്ഞുങ്ങള് ബാത്റൂമിൽ പോകാൻ വേണ്ടി എഴുന്നേറ്റ് വന്നിട്ട് കൊട്ടിയതാന്ന് വിചാരിച്ചു. അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, മോളെ ഞാൻ വരുന്നു, ഞാൻ വരുന്നു എന്ന് പറഞ്ഞു. അത് പറഞ്ഞത് മാത്രമേ അച്ഛന് ഓർമ്മയുള്ളൂ. അതിനുശേഷം അച്ഛൻ കണ്ണു തുറക്കുമ്പോ ക്ലോസറ്റിന്റെ മുകളിൽ അച്ഛൻ കമന്ന് കിടക്കുക. അപ്പൊ അത് എത്ര നേരം കിടന്നെന്നോ എപ്പോഴാ വീണേന്നോ എത്ര നേരം കിടന്നു എന്നൊന്നും അച്ഛൻ അറിയത്തില്ല. അപ്പോ അന്നുണ്ടായത് ഒരു സൈലന്റ് അറ്റാക്ക് ആയിരുന്നു. അത് സൈലന്റ് അറ്റാക്ക് ആയിരുന്നു എന്ന് അറിയുന്നത് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞങ്ങളുടെ ഒരു ആന്റി ഇതുപോലെ വീണു. ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ അത് ഒരു അറ്റാക്ക് ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, അന്ന് ഈ മരണം സംഭവിച്ചിരുന്നുവെങ്കിൽ ഞാൻ ഇങ്ങനെ ഈ ഒരു ആത്മീയ നിലവാരത്തിൽ നിൽക്കത്തില്ലായിരുന്നു. പക്ഷെ ഈ കൊറോണ വന്നതിന് ശേഷം ഈ 28 സ്റ്റേറ്റിൽ നിന്നുമുള്ള ദേവദാസന്മാരുമായിട്ടൊക്കെയും ഒരു ആത്മീയ ബന്ധം പുലർത്താനെല്ലാം ഇടയായി. അപ്പൊ അനേകം ദൈവമക്കൾ ഈ 28 സ്റ്റേറ്റിൽ നിന്നുള്ള ദേവദാസന്മാർ കുടുംബങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതോടൊപ്പം ഈ ദേവദാസന്മാർ മുഖാന്തരം അറിയുന്ന ലോക രാഷ്ട്രങ്ങളിലുള്ളവര്, ഞാൻ കേട്ടിട്ടില്ലാത്ത രാജ്യങ്ങളിൽ പോലും നിന്നുള്ള ദൈവമക്കൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ ഒരു പ്രാർത്ഥനയുടെ ഫലം മാത്രമാണ് ഞാൻ ഇന്നായിരിക്കുന്നത്. ഇന്ന് അച്ഛൻ മരിച്ച 1 മണ്ഡലം 1 വർഷം കഴിഞ്ഞേ ഉള്ളൂ. ഈ സമയത്ത് അവര് പറയുന്നത്, ഒബിക്ക് എങ്ങനെ ഇങ്ങനെ ഒരു ധൈര്യം വന്നു എന്ന് ഞങ്ങൾക്കറിയത്തില്ല. ഞാൻ പോലും അതിശയിക്കാറുണ്ട്. കാരണം ഒരു കിച്ചൺ വർക്ക് പോലും ഞാൻ തന്നെ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ കാര്യങ്ങളെല്ലാം നടത്തുവാൻ സ്വർഗത്തില് ദൈവം എന്നെ ഇടയാക്കി. പക്ഷെ അതിന്റെ എല്ലാം പിറകില്
വില കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം രാത്രി പകലാക്കി തീർക്കുന്ന സമയങ്ങളാണ് ഈ ദിവസങ്ങൾ. അങ്ങനെ ദൈവസന്നിധി നിൽക്കുമ്പോൾ ആ ദൈവം ഒരിക്കലും ഒരു വ്യക്തിയെ കൈവിടത്തില്ല. എത്രത്തോളം ദൈവസന്നിധി ചേർന്നിരിക്കുന്നുവോ അത്രത്തോളം ദൈവം നമ്മളെ ശക്തീകരിക്കും. എന്റെ മാതാപിതാക്കൾക്ക് എല്ലാവർക്കും വളരെ പ്രയാസമായിരുന്നു. ഞാൻ എന്റെ വീട്ടിൽ ഞാനും എന്റെ അനീതിയാണ്. ഞങ്ങൾ രണ്ടുപേരിലും ഒട്ടും കഴിവില്ലാത്തവളാണ് ഞാൻ. കാരണം എപ്പോഴും പറയും അവർക്കൊരു കഴിവില്ല അങ്ങനെ പറഞ്ഞ് അത് കേട്ട് എന്റെ ചെവി അങ്ങ് മരവിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തില് എല്ലാവർക്കും ഭയമായിരുന്നു ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായി തീരുമെന്ന്. എന്നാല് ആ എല്ലാവരുടെയും ആലോചനകളെ മറികടന്ന് സ്വർഗത്തിലെ ദൈവം അന്ന് ദൈവസ്ഥാനത്ത് ഞാൻ തീരുമാനം എടുത്തപ്പോഴും ഞാൻ ഒറ്റയ്ക്കായിരുന്നു, ഇന്നും ഞാൻ ഒറ്റയ്ക്ക്. എന്നാൽ സ്വർഗത്തിൽ അപ്പൻ എന്നോട് കൂടെയുണ്ട്. ദൈവം ഞങ്ങളെ നടത്തുന്നു. എല്ലാറ്റിനും കോടി നന്ദി ഞാൻ ദൈവത്തിന് അർപ്പിക്കുന്നു. സ്തോത്രം. കർത്താവ് തുടങ്ങി വെച്ച വേലയാണ്. കർത്താവ് അത് കണ്ടിന്യൂ ചെയ്യുവാൻ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതൊക്കെ കർത്താവിന്റെ ഉത്തരവാദിത്തത്തിലുള്ള കാര്യങ്ങളാണ്. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. കർത്താവിനെയും ദൈവദാസിയെ ബലപ്പെടുത്തി നടത്തട്ടെ. ആ ദേശത്തിനൊരു വലിയ അനുഗ്രഹമായി തീരട്ടെ. കർത്താവിന്റെ ദാസിയെ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസിയെ പ്രാർത്ഥിച്ചു. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, യേശോപ്പ, മനോഹരമായ സമയത്തിനായിട്ട് സ്തോത്രം. ഈ സമയം വരെയും കർത്താവേ, അടിയന്റെ സാക്ഷ്യം, എൻ്റെ ദൈവം അടിയന്റെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ, ഉപകാരങ്ങൾ വർണ്ണിക്കുവാൻ കർത്താവെ അങ്ങ് ഒരുക്കി തന്ന നല്ല അവകാശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, യേശോപ്പ, ഈ സാക്ഷ്യം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ആരെല്ലാമോ അവരെല്ലാം അവരേത് സാഹചര്യത്തിലായാലും സ്വർഗത്തിൽ അപ്പനോട് കർത്താവ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് ആ വാക്ക് നിവർത്തിക്കുമെന്ന് അവരെല്ലാം ധൈര്യപ്പെടുത്തി ഉണർത്തണമെന്നൊത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന പാതയിലൂടെ അങ്ങ് നടത്തണമേ. കർത്താവെ, വിശേഷം ഈ മിനിസ്ട്രിക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇതിനെ അവിടുന്ന് വർദ്ധിപ്പിക്കണമെന്നൊത്ത് പ്രാർത്ഥിക്കുന്നു. ഇത് അനേകർക്ക് ആശ്വാസമായി, അനേകരുടെ സാക്ഷ്യങ്ങൾ കർത്താവെ, ഇത് ഈ മിനിസ്ട്രി മുഖാന്തരം പറയുന്ന കർത്താവെ ദൈവിക കാര്യങ്ങൾ അനേകർക്ക് അത് വിടുതലായി, ആശ്വാസമായി, സ്വർഗരാജ്യത്തിലേക്ക് അനേകർ ആനയിക്കപ്പെടുന്നതിന് കാരണമായി തീരുവാൻ സ്വർഗത്തിൽ അപ്പ അവിടുന്ന് സഹായിക്കണമെന്നോട്ട് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അങ്ങ് നൂറുമേനി അനുഗ്രഹിക്കണമേ. എല്ലാ ആവശ്യങ്ങളും അങ്ങ് കൂടിയിരിക്കണമേ. നാൾക്കുനാൾ ഇത് വർദ്ധിച്ചു വരുവാൻ, കർത്താവിന്റെ വരവോളം ഇത് നിലനിൽപ്പാൻ സ്വർഗത്തിൽ അപ്പ അവിടുന്ന് സഹായിക്കണമെന്നോട്ട് പ്രാർത്ഥിക്കുന്നു. ഒരു എപ്പിസോഡ് പോലും നഷ്ടമാകാത്ത വിധത്തിൽ കർത്താവ് ഇത് ചെയ്തെടുപ്പാനുള്ള ദൈവകൃപ, അതിലുള്ള വ്യക്തികളെ, അതിലുള്ള സാഹചര്യങ്ങളെല്ലാം യേശുവിന്റെ നാമത്തിൽ അങ്ങ് ഒരുക്കി കൊടുക്കണമെന്നോട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നന്മകളാലും നിറയ്ക്കണം, അനുഗ്രഹിക്കണം. ഇതുവരെയും സ്വർഗത്തിൽ അപ്പം ഞങ്ങളെ സഹായിച്ചതിനായിട്ട് നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. മാനവും മഹത്വം അങ്ങേക്ക് മാത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. സമയം ഞങ്ങളോടൊപ്പം ചെലവഴിക്കാൻ, ജോയിസ് ടിവിയോടൊപ്പം ചെലവഴിപ്പാന് കർത്താവിന്റെ ദാസി നൽകി തന്നതിന് കർത്താവിന്റെ ദാസിക്ക് ഞങ്ങളുടെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇത്രയും സമയം ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹവും ആശ്വാസവും വിടുതലുമായി തീരട്ടെ എന്ന് കർത്താവിൽ ആശംസിക്കുന്നു. God bless you all. Amen.